എല്ലാവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ കൂട്ടായ്മയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് പാടിയതുപോലെ ദൈവ മഹത്വത്തിൻ്റെ, ദൈവ തേജസ്സിൻ്റെ സമയമാണിത്. ദേശങ്ങളിൽ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പരിജ്ഞാനം, വചനം പറഞ്ഞിരിക്കുന്നത് സർവ്വഭൂമിയും ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയുമെന്നാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവഭൂമിയും യഹോവയുടെ തേജസ്സിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയും. ആമേൻ. ദൈവമുണ്ടെന്നും ജീവനുള്ള ദൈവമുണ്ടെന്നും ആ ദൈവ തേജസ് എന്താണെന്നും ഉള്ള അറിവ് സർവഭൂമിയിലും നിറയുമെന്ന, വെള്ളം സമുദ്രത്താൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ തേജസ്, അതിൻ്റെ പരിജ്ഞാനം സർവഭൂമിയിലും നിറയുമെന്ന് പഴയ ഉടമ്പടിയിൽ ദൈവം അരുളി ചെയ്യുമ്പോൾ അതിനെ നമുക്കൊന്ന് വെളിപ്പെടുത്തി തരാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭൗതിക ഉദാഹരണമാണ്, ഉപമാനമാണ് വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ. അതാർക്കും കുറയ്ക്കാൻ പറ്റത്തില്ലല്ലേ, അതിനാർക്കും തടയാൻ പറ്റത്തില്ല. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്ന പോലെ, അതേപോലെ യഹോവയുടെ തേജസ്സിൻ്റെ പരിജ്ഞാനം കൊണ്ട് സർവഭൂമി നിറയും. അത് സൃഷ്ടി മുതലേ അതുണ്ട്. ഇസ്രായേൽ മക്കളിൽ അത് വെളിപ്പെടുത്തി യേശുക്രിസ്തുവിൽ ആ തേജസ് ഒരു മനുഷ്യനായി ഭൂമിയിൽ നടന്നു. ആമേൻ. ഇന്ന് സഭയിലൂടെ ആ തേജസ്സിൻ്റെ പരിജ്ഞാനം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമാകുന്നത് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുമ്പോഴാണ്. ആക്ഷരികമായി കർത്താവിൻ്റെ രാജ്യം, അവൻ്റെ ഭരണം ഭൂമിയിൽ നടക്കുമ്പോൾ അന്ന് സർവഭൂമിയും ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയും. എന്നാൽ ഈ നാളുകളിൽ ദൈവം തൻ്റെ തേജസ്സിൻ്റെ പരിജ്ഞാനത്തെ, അറിവിനെ ദേശങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് ആ തേജസ്സിൻ്റെ പരിജ്ഞാനം അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ ആദ്യമായി തന്നിരിക്കുകയാണ് അല്ലേ. സുവിശേഷ പ്രസംഗത്താൽ ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ വിളങ്ങിച്ചിരിക്കുകയാണ്, വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നാം പറയുന്ന, അറിയുന്ന ആ തേജസ്സിനെ നാം അനുഭവിക്കുന്ന അളവിലേക്ക് ദൈവം സഭയിൽ ഇടപെടാൻ തുടങ്ങും. ആമേൻ. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നാം ജീവിച്ചിരിക്കുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനുമായിട്ടൊക്കെ നമുക്കിടയായത് നമ്മുടെ ആരുടെയും നന്മകൾ കൊണ്ടല്ല. ദൈവം ചരിത്രത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇടപെടുന്ന ഈ സമയത്ത് നമ്മൾ ജീവിച്ചിരുന്നത് കൊണ്ടാണ് നമുക്കിതൊക്കെ പറയാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കൃപ ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ആരുടെയും നന്മകളൊന്നുമല്ല, ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപ്രവൃത്തിയുടെ സമയം അടുത്തിരിക്കുക. അതേത് സമയത്തും നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിലവാരത്തിലുള്ള ഒരു മഹത്വം, ഒരു തേജസ് വെളിപ്പെടും. അതിൻ്റെ പ്രത്യക്ഷതയ്ക്ക്, അതിൻ്റെ അളവുകൾക്ക് ഉണ്ടാകും. അത് കർത്താവിൻ്റെ മാത്രം നിത്യമായ തീരുമാനത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. ഹല്ലേലൂയ. നമ്മുടെ നടുവിൽ അത് വളരെ വേഗത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ ഇന്ന് അത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചില പരിജ്ഞാനം, ഇതിൻ്റെ പ്രവൃത്തികൾക്കായി, ഇതിൻ്റെ വെളിപ്പെടലുകൾക്കായി നമുക്ക് ആവശ്യമാണെന്ന് എൻ്റെ അകത്തൊരു ബോധ്യം വന്നു. നമ്മൾ കർത്താവിനെ അറിഞ്ഞപ്പോൾ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും
നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നമുക്ക് നിത്യജീവൻ, നിത്യരക്ഷ വരുത്തി എന്ന സുവിശേഷം നാം കേട്ടു വന്നപ്പോൾ നമ്മളെ നടത്തിയ ആൾക്കാരുണ്ട്. നമ്മൾ അറിഞ്ഞ ആ കർത്താവിനെ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ നമ്മൾ നടത്തിയ ആൾക്കാരുണ്ട്. നമ്മളായിരുന്ന വ്യത്യസ്തമായ സഭാ വിഭാഗങ്ങളുണ്ട്, എന്തുവാകട്ടെ. അപ്പോൾ ആ നടത്തിയ വിധങ്ങൾക്കൊത്ത് നമുക്ക് ലഭിച്ച അറിവിനൊത്തവണ്ണം ഒരുപക്ഷെ നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയിലായിരുന്നിരിക്കണം നമ്മുടെ ജീവിതം വളർന്നു വന്നത്, ആത്മീയ ജീവിതം വളർന്നത്. അല്ലെങ്കിൽ നമ്മളെ അന്ന് പഠിപ്പിച്ച നടത്തിയ വിധങ്ങൾക്കനുസരിച്ച് നമുക്ക് ലഭിച്ച അറിവനുസരിച്ച് യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം, ആ ഇൻറ്റിമസിയിലായിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതം വളർന്നു വന്നത്. സാധാരണഗതിയിൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ദൈവിക ആളത്വവുമായിട്ടായിരിക്കും ആത്മാവിനെ പ്രാപിച്ച എല്ലാവർക്കും ആദ്യ നാളുകൾ അടുപ്പവും ബന്ധവുമൊക്കെ ഉള്ളത്. പക്ഷെ പരിശുദ്ധാത്മാ നമ്മെ ക്രിസ്തുവിങ്കിലേക്ക് വേഗത്തിൽ നടത്തും. അവനാണ് കർത്താവ്. പരിശുദ്ധാത്മാവും തത്വത്തിൽ പറഞ്ഞ കർത്താവാണ്, വചനമുണ്ട്. അപ്പം യേശു കർത്താവുമായിരിക്കുന്ന ഒരു ബന്ധത്തിലേക്കും അടുപ്പത്തിലേക്കും ഒക്കെ നമ്മൾ വരും. എന്നാൽ നാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കാൻ നമ്മെ തന്നെ അഭ്യസിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാം വന്നെത്തുന്നത് പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള ഒരു പ്രകാശനത്തിൽ, വെളിപ്പാടിലായിരിക്കും. അത് നമ്മുടെ ആത്മജീവിതത്തിൻ്റെ അടുത്ത ഒരു വളർച്ചയുടെ ഒരു ടേണിംഗ് പോയിൻ്റ്, ഒരു ട്രാൻസിസ്റ്റ് പോയിൻ്റ് ആയിരിക്കും. നമ്മൾ നമ്മുടെ അപ്പനെ കണ്ടെത്തി. ഞാൻ എപ്പോഴും പറയും, ഈ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ കാണുന്നത് എൻ്റെ ബയോളജിക്കൽ പാരൻസ്, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഇഷ്ടത്താൽ അവരിൽ നിന്നും ഉളവായ ഒരു വ്യക്തിയായി നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ അപ്പൻ്റെ പേരും കൂടെ ചേർത്ത് വിളിക്കുന്നത്. ആമേൻ. പക്ഷെ എൻ്റെ അകത്ത്, ഈ നിൽക്കുന്ന മനുഷ്യൻ്റെ അകത്ത് യഥാർത്ഥ മനുഷ്യനുണ്ട്. നമ്മളെ ആത്മമനുഷ്യനെന്ന് പറയും, ആത്മാവെന്ന് പറയും, വീണ്ടും ജനിച്ച മനുഷ്യനെന്ന് പറയും, പുതുമനുഷ്യൻ, ഇന്നർ മാൻ എന്നൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ പിതാവ് സ്വർഗസ്ഥനായ ദൈവമാണ്. അപ്പം നമുക്ക് അദ്ദേഹവുമായിട്ടൊന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും അകത്തൂടെ കയറാത്തത്. ഈ പറയുന്ന കാര്യമൊന്നുമൊക്കെ നമുക്കങ്ങോട്ട് ജീവനാകാത്തത്. നമ്മുടെ അകത്ത് ഒരു യഥാർത്ഥ മനുഷ്യനുണ്ട്, ദ റിയൽ മാൻ. അത് നമ്മുടെ ആത്മമനുഷ്യനാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ, സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ. അവൻ ദൈവത്തിൻ്റെ നീതിയിലും ദൈവത്തിൻ്റെ വിശുദ്ധിയിലും ദൈവത്തിൻ്റെ തേജസ്സിലും ദൈവപരിജ്ഞാനത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു പുതു മനുഷ്യൻ നമ്മുടെ അകത്തുണ്ട്. അദ്ദേഹം ദൈവത്തിൽ നിന്നാണ്, പിതാവിൻ്റെ ജീവനാലാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സൃഷ്ടിച്ചതും പിതാവാൻ ദൈവമാണ്. സകല ആത്മാക്കളുടെയും ഉടയവൻ, സൃഷ്ടാവ്, പിതാവാൻ ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പം ദൈവം ആത്മാവായതുകൊണ്ട് നമ്മുടെ അകത്തൊരു ആത്മമനുഷ്യനെ സൃഷ്ടിച്ചു. പാപത്താൽ ആത്മമനുഷ്യൻ ദൈവത്തിൽ നിന്നും വീണുപോയി, അകന്നുപോയി. പാപം പരിഹരിച്ചു, യേശുവിനെ സ്വീകരിച്ചപ്പോൾ പിതാവാം ദൈവത്തിൻ്റെ ജീവൻ ആ മനുഷ്യനിൽ മടങ്ങി വന്ന് അവനെ വീണ്ടും ദൈവത്തിൻ്റെ മകനാക്കി പ്രഖ്യാപിച്ചു. പരിശുദ്ധാത്മാവ് അവനോട് എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ് എന്ന് നമ്മുടെ ആത്മമനുഷ്യനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മാവിൽ ദൈവത്തിൻ്റെ മുദ്രയുണ്ട്, തേജസ്സിൻ്റെ മുദ്രയുണ്ട്. ഈ ആത്മാ മനുഷ്യനെയാണ് ദൈവം തൻ്റെ തേജസ്സിൻ്റെ ധനത്തിനൊത്തവണ്ണം
ശക്തിയോടെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. അപ്പം നമ്മുടെ അകത്ത് നടക്കുന്ന തേജസ്കരണം, ഗ്ലോറിഫിക്കേഷൻ നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. ആമേൻ. നമുക്ക് ചില അറിവ് മാത്രമേ ഉള്ളൂ, എന്തില്ല? അനുഭവമില്ല. നമുക്ക് വിശ്വാസമുണ്ട്, അകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ അനുഭവമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ആത്മീയമായ അറിവിലേക്കും അനുഭവത്തിലേക്കും നമ്മളെ ഈ ദിവസങ്ങളിൽ കർത്താവ് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവപ്രവൃത്തി വേഗത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്, വേഗത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. അപ്പം പരിശുദ്ധാത്മാവ് നമ്മെ യേശുക്രിസ്തുവിങ്കിലേക്കും തുടർന്ന് പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിലേക്കും നയിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആ പ്രോസസ്സിലാണ്. ഈ സഭയ്ക്ക് പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള നല്ലൊരു വെളിപ്പാട് ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവാണെന്ന് നമുക്ക് നല്ലൊരു ബോധ്യമുണ്ട്. അപ്പം ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മളൊന്ന് കൂട്ടായിട്ട് അറിയണമെന്നും ചിന്തിക്കണമെന്നും എൻ്റെ അകത്തൊരു ബോധ്യം വന്നു. കാര്യം, വെളിപ്പെടാൻ പോകുന്ന ഉണർവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ദൈവാത്മാവാണ് നമ്മുടെ മധ്യത്തിൽ ചലിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. 2 വർഷങ്ങളായി, ഏകദേശം 2 വർഷത്തോളമായി എല്ലാ ദിവസവും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മേശ നമുക്ക് എല്ലാ ദിവസവും ഉണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനയൊന്നും ഈസി ആയിട്ടല്ല പോകുന്നത്. ഭയങ്കര കാഠിന്യമായ നിലയിലാണ് പ്രാർത്ഥനയൊക്കെ പോകുന്നത്. വലിയ ഫ്രീഡത്തിലൊന്നുമല്ല പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഉണർവിൻ്റെ തുടക്കത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇവിടുന്ന് മാറാതെ നിൽക്കും, അല്ലെ വെളിപ്പെട്ട് നിൽക്കും. അവൻ്റെ കൂട്ടായ്മ, അവൻ്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെട്ട് നിൽക്കും ഏതെങ്കിലും ഒരളവിൽ. അപ്പോൾ നമ്മുടെ ആത്മമനുഷ്യൻ വെളിപ്പെട്ട് നിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവുമായിട്ട് കണക്റ്റ് ആകും. അതാണ് ഉണർവിൻ്റെ തുടക്കം. ആമേൻ. പോരാ, നിങ്ങൾ ഉറങ്ങിയിരുന്ന് കേട്ടാൽ നിങ്ങൾ ഉറക്കത്തിലേക്ക് വീണുകൊണ്ടിരിക്കും. ഞാൻ ഉണർവിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഉറങ്ങി എന്നെ കാണിക്കരുത്. സ്ഥിരം പ്രാർത്ഥിക്കാൻ വരുന്നവർക്കറിയാം, അല്ലെങ്കിൽ ഒരു 10-12 മണിക്കൂർ ഡെയിലി ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്കറിയാം, പ്രാർത്ഥന അത്ര സുഖകരമായ പരിപാടിയൊന്നുമല്ല. ഭയങ്കര ആയാസകരമായൊരു ജോലിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഏതെങ്കിലും ഒരളവിലുള്ള സാന്നിധ്യം ഇവിടെ വെളിപ്പെട്ട് നിൽക്കും, വരും. അതാണ് തുടക്കം. ആ പരിശുദ്ധാത്മാവിൻ്റെ വിട്ടുമാറാത്ത ഒരളവിൽ സാന്നിധ്യം വെളിപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട, പരിശുദ്ധാത്മാവ് വസിക്കുന്ന, ദൈവജീവൻ വസിക്കുന്ന, ദൈവസ്വരൂപത്തിലുള്ള നമ്മുടെ അകത്തെ മനുഷ്യൻ എഴുന്നേറ്റ് വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവ സാന്നിധ്യവുമായി, ആത്മസാന്നിധ്യവുമായി കണക്റ്റ് ആകും. അതാണ് ഉണർവിൻ്റെ തുടക്കം. നിങ്ങൾ എത്ര നിർജീവ അവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട് നിൽക്കുന്ന ആ ഹോളിൽ, ആ സ്ഥലത്തിൽ കയറി വരുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മമനുഷ്യൻ എഴുന്നേൽക്കും. നിങ്ങളുടെ ആത്മമനുഷ്യൻ എഴുന്നേറ്റ് ആ നിലനിൽക്കുന്ന സാന്നിധ്യവുമായി കണക്റ്റ് ആകും. അതാണ് ഉണർവിൻ്റെ തുടക്കം. അവിടെ ശരിയായ ആത്മനിയോഗത്തിലുള്ള പ്രാർത്ഥന നടക്കണം. ആമേൻ. ഇപ്പം പ്രാർത്ഥിക്കുന്നതൊക്കെ
വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ്. പക്ഷെ പിന്നെ പ്രാർത്ഥന അങ്ങ് സ്മൂത്താകും, ഭയങ്കര ഈസി. അങ്ങനെ ആത്മമനുഷ്യൻ എഴുന്നേറ്റ് കഴിഞ്ഞു. വെളിയിൽ ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യവുമായി കണക്റ്റായി ശക്തമായ പ്രാർത്ഥന നടക്കും. അതാണ് അടുത്ത ഒരു ലെവലിൽ നമ്മുടെ മധ്യത്തിൽ നടക്കാൻ പോകുന്നത്. അത് ഒരുപക്ഷെ ഇന്ന് ആരംഭിക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുക. ചിലപ്പോൾ ഈ മണിക്കൂറിൽ ആരംഭിക്കാം. ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു ചലനം എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഒരു ചലനം എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അടുത്ത ലെവലിൽ കർത്താവിൻ്റെ ഗ്ലോറിയുടെ അളവ് വർദ്ധിക്കാൻ തുടങ്ങും. ഈ ഗ്ലോറി എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാ തന്നെയാണേ, അത് തന്നെയാണ് പിതാവാം ദൈവം. ആമേൻ. അവൻ്റെ തേജസ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്. എങ്ങനെ പറയാൻ പറ്റും? നമ്മളെ വീണ്ടെടുപ്പ് നാളിനായി പരിശുദ്ധാത്മാവിനാൽ മുദ്ര വെച്ചിരിക്കുക അല്ലേ? അതായത് നമ്മളെ തേജസ്കരണത്തിനായി അതിൻ്റെ ആദ്യ ഗഡുവായി, ഡൗൺ പേയ്മെൻ്റായി, ടോക്കൺ അഡ്വാൻസായി നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ആരെയാ? പരിശുദ്ധാത്മാവിന്. അപ്പോൾ അഡ്വാൻസാണ് ഇപ്പോൾ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. നമ്മളെ പൂർണ്ണമായി തേജസ്കരിക്കും എന്നതിൻ്റെ അഡ്വാൻസാ അല്ലേ? ഡൗൺ പേയ്മെൻ്റ്, ആദ്യ ഗഡുവ, ടോക്കണായി തന്നിരിക്കുക. അപ്പം മൊത്തം പേയ്മെൻറ്റ് വരുമ്പോൾ എന്തായിരിക്കും വരാൻ പോകുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത. അതാണെന്ത്? തേജസ്. പോരാ അല്ലേ? ഇപ്പം നമുക്ക് അല്പമേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ അളവുകൾ നമ്മുടെ അകത്ത് വർദ്ധിക്കാൻ തുടങ്ങും. ഗ്ലോറി മാനിഫെസ്റ്റ് ആകാൻ തുടങ്ങും. അതാണ് തേജസ്സിൻ്റെ ഘനം എന്നൊക്കെ പറയുന്നത്. ഇറ്റേണൽ വെയ്റ്റ് ഓഫ് ഗ്ലോറി. അങ്ങനെ ആ ദൈവസാന്നിധ്യത്തിൻ്റെ വെളിപ്പെടലുകൾക്ക് പല ലെവലുകളുണ്ടാകും. അതനുസരിച്ച് ഇതിൻ്റെ നടുവിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, ആഴത്തിലുള്ള പാപബോധമുണ്ടാകും. അത് പാസ്റ്റർമാർ ഉൾപ്പെടെ എന്തുണ്ടാകും? ആഴത്തിലുള്ള പാപബോധവും ആഴത്തിലുള്ള മാനസാന്തരവും ഉണ്ടാകും. കാരണം ദൈവ തേജസ്സിൻ്റെ അളവുകൾക്കനുസരിച്ചാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അത് ദൈവസഭയിൽ പടർന്നു പിടിക്കും. പിന്നീട് ഇത് ലോകത്തിലേക്ക് വരും. ലോക മനുഷ്യ അറിയാൻ തുടങ്ങും. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇതൊക്കെ ഞാനങ്ങ് പറയുക കേട്ടോ. കർത്താവിന് ഈ ഘട്ടം എന്നൊക്കെ പറയുന്ന ഒറ്റ ദിവസമായിരിക്കും. അപ്പം ഈ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ദിവസം കൊണ്ട് ആരംഭിക്കാം. നമ്മൾ ഈ 2 വർഷമായിട്ട് പ്രാർത്ഥിക്കുകയല്ലേ. കർത്താവൻ എന്താണെങ്കിലും കരുണ തോന്നാതിരിക്കത്തില്ലല്ലോ. നമ്മൾ ഉറങ്ങി പ്രാർത്ഥിച്ചാലും, അലസമായി പ്രാർത്ഥിച്ചാലും, മടി പിടിച്ച് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കുകയാണല്ലോ. കർത്താവിന് അതിനോട് കരുണയുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്ന പരിശുദ്ധാത്മാവുമായ ഒരു അടുപ്പത്തിലേക്ക് വരണം. ഞാൻ ഈ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം, അവൻ നമ്മുടെ അടുക്കൽ വന്ന് നമ്മിലും നമ്മുടെ കൂടെയും വസിക്കും. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. അടുത്ത ലെവലിൽ പറഞ്ഞു, പിതാവും പുത്രനും വന്ന് നമ്മുടെ കൂടെ എന്ത് ചെയ്യും? താമസിക്കും. ഇതെല്ലാം നമുക്കറിയാം, ഇതെല്ലാം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ എല്ലാത്തിനും അടുത്ത ലെവലിലുള്ള ഒരു വെളിപ്പെടലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനും പുത്രനായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു കർത്താവിൻ്റെ ഇടപെടൽ സാന്നിധ്യത്തിനും പിതാവാം ദൈവം നമ്മുടെ അടുക്കൽ വന്ന് വസിക്കുന്നതിനും ഒക്കെ വ്യത്യസ്തമായ ലെവലിലുള്ള വെളിപ്പെടലുണ്ട്. അതുകൊണ്ട് ഇന്ന് നാം പരിശുദ്ധാത്മാവെന്ന ദൈവിക ആളത്വത്തെക്കുറിച്ച് അല്പം കൂടെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ 14, 15, 16, 17 അധ്യായങ്ങളാണ് നിരന്തരമായി വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. 14-ാം അധ്യായത്തിൽ 16-ാം വാക്യം, 17-ാം വാക്യം,
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, 14:16-17, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകയാൽ അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. എൻ്റെ വിഷയം അവനെ അറിയുന്നു എന്നതാണ്. അവനെ അറിയുന്നു. യേശു പറഞ്ഞു, നമ്മോട് ചോദിക്കണം, എത്രത്തോളം നമ്മൾ പരിശുദ്ധാത്മാവിനെ അറിയുന്നു? നമ്മുടെ ചിന്താവിഷയം അതാ. ഒരു വലിയ പ്രസംഗത്തിനല്ല ഞാൻ ഇന്ന് നിൽക്കുന്നത്. വലിയ വചനത്തിൻ്റെ വെളിപ്പാടുകളും അറിവുകളും തരാൻ വേണ്ടിയല്ല എൻ്റെ വിഷയം. പക്ഷേ ഒന്ന് അറിയുക എന്ന വിഷയം പറയാൻ വേണ്ടിയാണ്. വേദപുസ്തകത്തിൽ അറിയുക, ടു നോ സമ്മൺ, ടു നോ സംതിങ്, ഭയങ്കര ഡീപ്പ് ആഴത്തിലുള്ള അർത്ഥം അതിനുണ്ട്. ആദം തൻ്റെ ഭാര്യയെ അറിഞ്ഞു അല്ലേ? ജോസഫ് മറിയെ യേശു കർത്താവ് ജനിക്കും വരെ അറിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലായി. ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ ആ സ്ത്രീയെ അറിയുക എന്ന് അവിടുത്തെ അർത്ഥം. അറിയുക, വലിയ അർത്ഥമാണ് അതിന്. നാം പരിശുദ്ധാത്മാവിനെ അറിയുന്നു എന്ന യേശു പറഞ്ഞത്. പക്ഷെ നമ്മോട് ചോദിക്കേണ്ടത്, നിങ്ങളോട്, ഞാൻ എന്നോടും ചോദിക്കേണ്ടത്, എത്രത്തോളം നമ്മൾ പരിശുദ്ധാത്മാവിനെ അറിയുന്നു? അനുഭവിച്ചറിയുന്നു എന്ന ശരിക്കും നമ്മളതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ലോകത്തിന് അവനെ അറിയത്തില്ല, അവനെ കാണാൻ പറ്റത്തില്ല, അവർക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? അവൻ ഒരു എന്നെപ്പോലെ ഒരു ആളത്വത്തിൽ വെളിപ്പെടാത്തത് കൊണ്ട്, ജഡത്തിൽ വെളിപ്പെടാത്തത് കൊണ്ട്, അവൻ ആത്മരൂപിയായതുകൊണ്ട് അവനെ ലോകത്തിന് കാണാനും അറിയാനും സ്വീകരിക്കാനും പറ്റത്തില്ല. റേഡിയോ തരംഗങ്ങൾ, ശബ്ദവീചികൾ ഒക്കെ ഇവിടെ ധാരാളമായിട്ട് ഇങ്ങനെ നമ്മുടെ ആത്മമണ്ഡലത്തിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുക. എന്തുമാത്രം എണ്ണം ഇല്ലാത്ത തരത്തിലുള്ള റേഡിയോ വേവ്സ്, റൈറ്റ്? സൗണ്ട് വേവ്സ് എവിടെ ഉണ്ട്? ഇവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു റേഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ അത് പിടിക്കാൻ പറ്റത്തുള്ളൂ, ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലോക മനുഷ്യൻ പരിശുദ്ധാത്മാവുമായി ട്യൂൺഡല്ല. അതുകൊണ്ട് അവൻ ഇവിടെ ഉണ്ടെങ്കിലും അവർക്ക് മനസ്സിലാക്കാനേ പറ്റത്തില്ല. അതാ ലോക മനുഷ്യൻ്റെ അവസ്ഥ. നമ്മുടെ അവസ്ഥയോ? നമുക്കിതൊക്കെ അറിയാം, പക്ഷെ ഇന്നും നമ്മൾ ട്യൂൺ ചെയ്തിട്ടില്ല. പരിശുദ്ധാത്മാവിനെ അറിയുന്ന അളവിൽ നമ്മൾ ഇന്നും ട്യൂൺഡായിട്ടില്ല. ഞാൻ പറയും നമ്മുടെ ഹൃദയത്തെക്കുറിച്ചാണ്, നമ്മുടെ വികാരങ്ങളെക്കുറിച്ച്, നമ്മുടെ ദേഹിയെക്കുറിച്ചാണ്. നമ്മൾ ട്യൂൺഡായിട്ടില്ല. വല്ലപ്പോഴും ഒരാരാധന മധ്യത്തിൽ ശക്തമായൊരു സാന്നിധ്യം വെളിപ്പെടുമ്പം എന്തു ചെയ്യും? ചില ട്യൂൺഡാവും. വലിയ സാന്നിധ്യം ഉണ്ടാകുമ്പോഴും അത് തിരിച്ചറിയാതെ മരവിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ നമ്മുടെ ഹോളിൽ കണ്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ കാര്യം നമുക്കറിയാം, യേശു പറഞ്ഞു. പക്ഷെ നമ്മുടെ കാര്യമോ? എത്രത്തോളം നമ്മൾ അവനെ വ്യക്തിപരമായി അറിയുന്നു? ആ അറിവിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണർവ് ആരംഭിക്കുന്നത്. ഉണർവ് നമ്മുടെ ഹൃദയത്തിൽ ആദ്യം വെളിപ്പെടേണ്ടത്. ഉണർവ് ഞാനെന്ന് പറയുന്ന വ്യക്തിയിലാണ് ആദ്യം വെളിപ്പെടേണ്ടത്. എങ്കിലേ എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തുള്ളൂ, എൻ്റെ സഭയിൽ വെളിപ്പെടുത്തത്തുള്ളൂ. അപ്പം നമുക്ക് ഇന്ന് ആവശ്യം
ഈ പരിശുദ്ധാത്മാവിനെ അറിയണം. അറിയുക എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. അത്ര ആഴത്തിൽ നമുക്ക് അവനെ അറിയണം. ഇനി ഞാൻ എൻ്റെ 16-ാം വാക്യം ഒന്ന് വീണ്ടും വായിക്കുകയാണ്. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ. അപ്പോൾ അവൻ്റെ പേര് മലയാളത്തിൽ നമ്മൾ എഴുതി വച്ചിരിക്കുന്നത് കാര്യസ്ഥൻ എന്നാണ്. ഇപ്പം അതിനർത്ഥത്തിൽ പോകുന്നില്ല. പക്ഷെ ഇംഗ്ലീഷിൽ കംഫർട്ടർ എന്നാണ്, ആശ്വാസപ്രദൻ എന്നാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ആശ്വാസം തരുന്ന വ്യക്തി എന്ന അർത്ഥത്തിലുമല്ല, അതുണ്ട്. ആശ്വാസപ്രദൻ, കംഫർട്ടർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം തരുന്ന ആ വ്യക്തി എന്ന അളവിൽ മാത്രമല്ല, അത് മറക്കരുത്, അതുണ്ട് താനും. അതിലുപരിയായി അവൻ നമ്മുടെ സഹായകൻ. ഹീ ഈസ് അവർ ഹെൽപ്പർ, ഹീ ഈസ് അവർ കൗൺസിലർ. അവൻ ആലോചന നൽകുന്നവനാണ്, സഹായിക്കുന്നവനാണ്. അടുത്ത പദം ഹീ ഈസ് അവർ ഇൻ്റർസെസർ, നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവനാണ്. മറ്റൊരു പേര് ഹീ ഈസ് അവർ അഡ്വക്കേറ്റ്. അവൻ നമ്മുടെ ആരാണ്? അഡ്വക്കേറ്റ്, വക്കീലായി ദൈവസന്നിധിയിൽ സംസാരിക്കുന്നവനാണ്. മറ്റൊരു വാക്ക് ഹീ ഈസ് അവർ സ്ട്രെങ്തനർ, നമ്മെ ശക്തീകരിക്കുന്നവനാണ്. കംഫർട്ടർ എന്ന പദത്തിൽ ഇതെല്ലാം ഉൾപ്പെടുക. ആശ്വാസപ്രദൻ എന്ന പദത്തിൽ അവൻ നമ്മെ ശക്തീകരിക്കുക, എന്തെങ്കിലും ഒരു ആശ്വാസം തരികയല്ല. ഹീ ഈസ് അവർ സ്ട്രെങ്തനർ, നമ്മളെ ശക്തീകരിക്കുകയാണ്. ആൻഡ് ഹീ ഈസ് അവർ സ്റ്റാൻഡ് ബൈ, നമുക്ക് പകരം നിൽക്കുന്നവനാണ്, നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ്, പങ്കുവഹിക്കുന്നവനാണ്. ഇതൊക്കെയാണ് കാര്യസ്ഥൻ എന്ന പദത്തിന് കൃത്യമായിരിക്കുന്ന വാക്കുകൾ. കംഫർട്ടർ, കൗൺസിലർ, ഹെൽപ്പർ, ഇൻ്റർസെസർ, അഡ്വക്കേറ്റ്, സ്ട്രെങ്തനർ ആൻഡ് സ്റ്റാൻഡ് ബൈ. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ കാര്യസ്ഥൻ എന്ന പദത്തിനകത്തുണ്ടെന്നറിയണം. ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും നമ്മൾ അവനെന്ത് ചെയ്യണം? അറിയണം. ഈ ഓരോ കാര്യങ്ങളിലും നമ്മൾ പരിശുദ്ധാത്മാവിനെ അടുത്തറിയണം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു പ്രാർത്ഥന ഉയർന്നുകൊണ്ടിരിക്കണം. എനിക്ക് ഈ നിമിഷം മുതൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ദൈവിക ആളത്വത്തെ അടുത്തറിയണം എന്നൊരാഗ്രഹം പ്രാർത്ഥനയായി വന്നുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാര്യസ്ഥൻ എന്ന പദം വരാൻ ഒരു കാര്യമുണ്ട്. പണ്ട് വലിയ വലിയ കുടുംബങ്ങളിൽ, തറവാടുകളിൽ, ഈവൻ രാജകൊട്ടാരത്തിൽ അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു വ്യക്തിയുണ്ട്. അവൻ്റെ പേരാ കാര്യസ്ഥൻ. കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന വ്യക്തി. ആ കുടുംബത്തിലെ, ആ തറവാടിൻ്റെ, ആ രാജകൊട്ടാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന വ്യക്തിയാണ് ആര്? കാര്യസ്ഥൻ. ഇപ്പം നമ്മുടെ മലയാളത്തിൽ ആ പദം കണ്ടുപിടിച്ചത് കൃത്യമായ പദം തന്നെ. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തും. വീട്ടുകാരൻ ഒന്നും അറിയണ്ട, എല്ലാ കാര്യങ്ങളും ആ കാര്യസ്ഥൻ എന്ന വ്യക്തി നോക്കി നടത്തും. അപ്പം അതെല്ലാം കൂടെ ചേർത്ത ഈ പറഞ്ഞ എല്ലാ പദങ്ങളും കാര്യസ്ഥൻ എന്ന പദത്തിനകത്തുണ്ടെന്ന് അറിയണം. ഹല്ലേലൂയ. അവനെ നമുക്കൊന്ന് അറിയണം. അത് ഉണർവിൻ്റെ തുടക്കം. ഓരോ വ്യക്തിയുടെയും അകത്ത് ഉണർവിൻ്റെ തുടക്കമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മുടെ ബൈബിൾ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ നമ്മൾ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. സഭയിലൊക്കെ അധികം പഠിപ്പിക്കാൻ സമയം കിട്ടിയിട്ടില്ല. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിൽ അധിവസിക്കുന്നു. ഞാൻ ജസ്റ്റ് ചില പോയിന്റ്സ് പറഞ്ഞത് ഇതെല്ലാം നമ്മളങ്ങ് വെളിപ്പെടാനും നമ്മൾ അറിയാനും വേണ്ടി, അനുഭവിച്ചറിയാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് എവിടെ വസിക്കുന്നു? എവിടെ വസിക്കുന്നു? നമ്മുടെ ആത്മാവിൽ. അതിന് പറയുന്നൊരു പേരാണ് ആത്മാധിവാസം, ഇൻ ഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റ്. നമ്മൾ യേശു കർത്താവിനെ സ്വീകരിക്കുമ്പോൾ
യേശു കർത്താവാണെന്ന് വാഗൊണ്ട് പറയുമ്പോൾ നമ്മുടെ അകത്തെ ആത്മാവിലേക്ക് ആര് വന്നിരിക്കും? പരിശുദ്ധാത്മാവ്. ഈ ശമരിയായിൽ വലിയ ഉണർവുണ്ടായി. ഫിലിപ്പോസ് പോയി പ്രസംഗിച്ചു, ഭയങ്കര സൗഖ്യം, ഭയങ്കര വിടുതൽ, അത്ഭുതം നടക്കുക. വലിയൊരു കൂട്ടം വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു. അതിനർത്ഥം എന്താ? അവരാത്മാവിൽ ആര് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. അല്ലെങ്കിൽ അവർക്ക് വീണ്ടും ജനിക്കാൻ പറ്റത്തില്ലല്ലോ, അതേ പാപബോധം വരുത്തില്ലല്ലോ. വരുമോ? രക്ഷിക്കപ്പെടാൻ പറ്റുമോ? യേശുവിനെ സ്വീകരിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവാണ് കർത്താവെന്ന് അവർക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ വലിയ ഉണർവ് നടക്കുന്നു എന്നറിഞ്ഞ് പത്രോസും യോഹന്നാനും ഇവിടെ വന്ന് അവർ അവരുടെ മേൽ കൈവച്ചപ്പോഴാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവരെല്ലാവരും നിറഞ്ഞത്. അപ്പം പത്രോസും യോഹന്നാനും വന്ന് പ്രാർത്ഥിക്കും മുമ്പ് അവർ രക്ഷിക്കപ്പെട്ടില്ലയോ? പോരാ. അവർ വീണ്ടും ജനിച്ചില്ലേ? അപ്പം ആത്മാവ് അവരകത്ത് വന്നില്ലയോ? അപ്പം കൃത്യമാണ്, അവിടെ വചനം വ്യക്തമാണ്. ഒരുവൻ യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ, വീണ്ടും ജനിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ ആത്മാവിൽ ഇറങ്ങി വാസം ആരംഭിക്കണം. അതിന് അധിവാസം. പക്ഷേ കൈവച്ചപ്പോൾ, പത്രോസ് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇറങ്ങിയത് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമാണ്. ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. അവൻ്റെ മുഴുവൻ ആളത്വത്തെയും ആത്മാവിൽ മുക്കിയെടുക്കുകയാണ്. അല്ലെങ്കിൽ അവൻ്റെ മുഴുവൻ ആളത്വത്തിലേക്കും ആത്മാവ് നനഞ്ഞിറങ്ങുകയാണ്. പോരാ. നിങ്ങൾ സ്നാനം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ദൃഷ്ടിയിലുള്ളത് വെള്ളത്തിൽ മുക്കി പൊക്കുന്ന അനുഭവമാണ്. ആത്മസ്നാനത്തിനും അതേ അർത്ഥം പറയാം. ആത്മനദിയിൽ അവനെ മുക്കിയെടുക്കുക എന്ന് പറയാം. പക്ഷെ കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ അവൻ്റെ ദേഹത്തിലേക്ക് ആത്മാവ് വന്ന് നിറയുകയാണ്, അവനെ നവീകരിക്കുകയാണ്. മനസ്സിലാകുമോ? അത് ആത്മസ്നാനമാണ്. അപ്പം അധിവാസം അവൻ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, യേശുവിനെ വിശ്വസിക്കുമ്പോൾ, രക്ഷ ഏറ്റുപറയുമ്പോൾ പരിശുദ്ധാത്മാവ് അവൻ ആത്മാവിൽ എത്തിക്കഴിഞ്ഞു, ഡൗട്ടില്ല. പക്ഷേ ആത്മസ്നാനം നടക്കണം. അത് ഓരോ വ്യക്തിക്കുമുള്ള അനുഭവമാണ്. അത് പരിശുദ്ധാത്മാവിലും തീയിലും, പരിശുദ്ധാത്മാവും ശക്തിയും, ഇതൊക്കെ പദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നൊക്കെ വലിയ ചർച്ച പക്ഷെ നടക്കുക. തീയാണോ അഗ്നിയാണോ അതൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലളിതമാ. നോക്കിയേ, പഴയ ഉടമ്പടി തുടങ്ങി എവിടൊക്കെ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുണ്ടോ അവിടൊക്കെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ അഗ്നിയായ വെളിപ്പെട്ടത്. ഇത് ലളിതമാണ്. നമ്മളിത് വ്യാഖ്യാനിച്ച് കുളവാക്കല്ലേ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. മുൾപ്പടർപ്പിൽ ഇറങ്ങിയപ്പോൾ മുൾപ്പടർപ്പ് കത്തിയില്ല. എന്നാൽ അഹരോൻ്റെ മക്കളുടെ മേൽ ഇറങ്ങിയപ്പോൾ അവർ ദഹിച്ചുപോയി. ഒരേ തീ മുൾപ്പടർപ്പിൽ എന്തുണ്ടായില്ല? അയ്യോ, എന്നെ നോക്ക് ഉറങ്ങല്ലേ. മുൾപ്പടർപ്പിൽ എന്തുണ്ടായില്ല? ദഹനമുണ്ടായില്ല. അത് അനുഗ്രഹത്തിൻ്റെ തീയാണ്, ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ്. എന്നാൽ അതേ ദൈവത്തിൻ്റെ തീ, ദൈവത്തിൻ്റെ പ്രത്യക്ഷത ന്യായവിധിയിൽ വന്നപ്പോൾ അവിടെ നിന്നുണ്ടായി, അഹരോൻ്റെ മക്കൾ ദഹിച്ചു. അപ്പം തീ എന്ന് പറഞ്ഞാൽ അഗ്നി ന്യായവിധിയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രത്യക്ഷതയ്ക്കും തീ എന്ന് പറയും. കാരണം ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിൽ എല്ലായിടത്തും ഉണ്ട് മഹത്തായ തീ. അതാ മോശ പറഞ്ഞു, അവൻ്റെ മഹത്തായ തീ നിങ്ങൾ കണ്ടുവല്ലോ. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുമ്പോൾ അവിടെ എന്തുണ്ടാകും? തീയുടെ അനുഭവമൊക്കെ ഉണ്ടാകും. ഇത് സിംബോളിക്കായി, സിമ്പലായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവൻ വെള്ളവുമല്ല, പ്രാവുമല്ല,
തീയുമല്ല. അത് നമുക്ക് ഗ്രഹിക്കാനുള്ള ഒരു ആത്മീയ അർത്ഥത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഭൗതിക പദങ്ങൾ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി തന്നെയാണ്. അവൻ്റെ പ്രത്യക്ഷതയിൽ എല്ലായിടവും തീ കണ്ടിട്ടുണ്ട്. അവൻ്റെ ആത്മാവ് വരുമ്പോഴും എന്തുണ്ടാവും? അതേ തീയുടെ അനുഭവം പ്രാപിക്കുന്ന വ്യക്തികൾക്കുണ്ടാകും. അത്രമാത്രം അറിഞ്ഞാൽ മതി, ആർക്കും സംശയമൊന്നും വേണ്ട. ഹല്ലേലൂയ. ആത്മസ്നാനത്തിൽ അവനെ നവീകരിക്കുക, ശുദ്ധീകരിക്കുക. അകത്ത് വാസം ആരംഭിച്ചു ആത്മാവിൽ, പിന്നെ അവൻ ആത്മാവിൽ സ്നാനപ്പെടുത്തി അവൻ ആളത്വം മുഴുവനും, ദേഹം മുഴുവനും അവനെ നവീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അവൻ്റെ അകത്ത് വന്ന ആത്മാധിവാസം അവനിൽ നിറയണം. അതാണ് ആത്മാവിൻ്റെ നിറവ്. ആത്മാധിവാസം നിങ്ങൾ അനുഭവിക്കുന്നില്ല, ആത്മനിറവ് നമ്മൾ അനുഭവിക്കും. എന്നെ കേട്ടിരിക്കുക. എന്താ നമ്മൾ അവനെ അറിയാത്തത്? നിങ്ങൾ അവനെ അറിയുന്നു എന്നല്ലേ യേശു പറഞ്ഞത്. എന്താ അറിയാത്തത്? നമ്മൾ ആത്മസ്നാനം പ്രാപിച്ചത് പലർക്കും അറിയാം അല്ലേ? വീണ്ടും ജനിച്ച് നമുക്കറിയാം. പക്ഷെ പിന്നത്തേതിൽ നമ്മൾ അവനെ എന്താ അറിയാത്തത്? ആത്മനിറവെന്ന വിഷയം നമുക്ക് വെളിപ്പെടുന്നില്ല. ആത്മനിറവെന്ന് പറഞ്ഞാൽ അതിനും പല അളവുകളുണ്ട്. തുടക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ അകത്തു വസിക്കുന്ന പരിശുദ്ധയാത്മാവ്, നമ്മുടെ ആത്മാവിൽ അധിവാസം ആരംഭിച്ച പരിശുദ്ധയാത്മാവ് തൻ്റെ സാന്നിധ്യം കൊണ്ട്, ദൈവജീവൻ കൊണ്ട്, ദൈവ തേജസ് കൊണ്ട് നമ്മുടെ പ്രാണനെ നിറയ്ക്കും. ഹൃദയത്തെ, നമ്മുടെ വികാരങ്ങളെ, ബുദ്ധി, മനസ്സിനൊക്കെ നിറയ്ക്കുമ്പോൾ അതിൻ്റെ പേരാണ് എന്ത്? ആത്മനിറവ്. ഞാൻ അതിനെക്കുറിച്ച് ധാരാളമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ആത്മനിറവിൽ എനിക്കവനെ അറിയാം, അനുഭവിച്ചറിയാം. കാരണം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ വികാരങ്ങളിൽ ആത്മാവിൻ്റെ ചലനം വരുമ്പോൾ എനിക്കവനെ അനുഭവിച്ചറിയാം. ആത്മനിറവിൽ എന്ന വിഷയത്തിലേക്ക് നാം കടക്കാത്തത് കൊണ്ടാണ് നമുക്കവനെ വേണ്ടും പോലെ അറിയാതെ പോകുന്നത്. ഞാൻ അതിലേക്ക് മടങ്ങി വരാം. ആത്മനിറവിൽ നാം എത്തുമ്പോൾ പരിശുദ്ധാത്മാ നമ്മെ നിറയ്ക്കാതെ, ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫില്ലിംഗ്, ആത്മാവിൻ്റെ നിറവ് വരുമ്പോൾ നാം ആത്മാവിൽ നിറയപ്പെട്ടവരാകും. ആത്മാവ് നമ്മിൽ നിറയ്ക്കുമ്പോൾ നാം ആത്മാവിൽ നിറയപ്പെട്ടവരാകും. എഫേഷ്യൻസ് 5:18 അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കൽപ്പനയാ, ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. ഒരു കൽപ്പനയാ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകണം എല്ലായ്പ്പോഴും. അത് നമ്മുടെ അകത്ത് തന്നെ ഉണ്ട്. ആമേൻ. ദൈവജീവൻ്റെ, ദൈവ തേജസ്സിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ഉറവിടം നമ്മുടെ ആത്മാവിൽ തന്നെ ഉണ്ട്. അത് റിലീസ് ചെയ്യാൻ നമുക്ക് പരിജ്ഞാനം വേണം, അറിവ് വേണം. അത് നമ്മുടെ പ്രാണനെ നിറയുന്നത് വരെ നാം ആത്മാവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നണം. അങ്ങനെ നമ്മുടെ ആത്മാവിൽ നിന്നും നമ്മുടെ പ്രാണനിൽ, ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്കവനെ അറിയാം, ആ ജീവനെ അറിയാം, ആ നിറവ് നമുക്കറിയാം. അന്നേരം വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ അകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞുകൊണ്ട് താഴോട്ട് വായിക്കുമ്പം അവൻ സത്യത്തിൻ്റെ ആത്മാവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി വരുന്ന അധ്യായങ്ങളൊക്കെ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ആത്മാവ്, ഉപദേശകൻ, പഠിപ്പിക്കുന്നവൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ ലേഖനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അകത്ത് വസിക്കുന്ന ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു, ഉപദേശിക്കുന്നു, സകല സത്യത്തിലും വഴി നടത്തുന്നു. യേശുവിൻ്റെ എല്ലാ വചനങ്ങളും നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് ആത്മാധിവാസമുള്ളത് കൊണ്ടല്ല, പിന്നെയോ, കമോൺ പറ,
ഇതെല്ലാം സംഭവിക്കുന്നത് അധിവാസം നമ്മുടെ ആത്മാവിൽ ഉള്ളത് കൊണ്ടല്ല, പിന്നെയോ ആത്മനിറവ് വരുമ്പോഴാ. നമ്മൾ ഉണർവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴും നമ്മൾ ഉറങ്ങുക. ആമേൻ. കേട്ടോ നിങ്ങൾ? ഈ പറഞ്ഞതെല്ലാം അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, വഴി നടത്തുന്നത്, ഉപദേശിക്കുന്നത്, യേശു കർത്താവിൻ്റെ സകല ഉപദേശങ്ങളും നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത് അധിവാസം ഉള്ളത് കൊണ്ടല്ല, ആത്മനിറവ് വരുമ്പോഴാണ്. ആത്മനിറവ് വരാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിന് നമ്മളെ പഠിപ്പിക്കാൻ പറ്റാത്തത്. അവിടെയാണ് വചനത്തിൻ്റെ പ്രകാശനങ്ങളും വെളിപ്പാടുകളും വരുന്നത്. ആ നിറവിലാണ് യഥാർത്ഥമായ പ്രാർത്ഥന നടക്കുന്നത്. ആ നിറവിലാണ് യഥാർത്ഥമായ ആരാധന നടക്കുന്നത്. ആ നിറവിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം നാം അനുഭവിക്കാൻ തുടങ്ങുന്നത്. എൻ്റെ പ്രാണനിൽ, ഹൃദയത്തിൽ അവൻ നിറയുമ്പോഴാണ് ആത്മാവിൻ്റെ ഫലം അനുഭവിക്കാൻ തുടങ്ങുന്നത്. ആ പ്രാണനിൽ അവൻ നിറയുമ്പോഴാണ് എനിക്ക് ആത്മാവിൻ്റെ ഗൈഡൻസ്, ലീഡിങ്, നിയോഗങ്ങൾ അറിയുന്നത്. അധിവാസമുള്ളത് കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല. അധിവാസം എവിടെ മാത്രമാ? കമോൺ, ഹലോ. അധിവാസം എവിടെ മാത്രമാ? എൻ്റെ ആത്മാവിൽ മാത്രമാണ്. ആത്മനിറവ് എവിടെയാണ്? എൻ്റെ പ്രാണനിലാണ്, എൻ്റെ ഹൃദയത്തിൽ അത് അനുഭവമാകുകയാണ്. ആ പ്രാണനിൽ ആത്മാവിൻ്റെ നിറവ് ഉണ്ടായി എൻ്റെ ഹൃദയത്തെയും ചിന്തകളെയും ആത്മാവ് നിറയ്ക്കുമ്പോൾ എനിക്ക് ആത്മാവിൻ്റെ നിയോഗമുണ്ടാകുന്നു. അതായത് ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റുകളും, ഓരോ സെക്കൻഡുകളും എന്ത് ചെയ്യണമെന്ന്, എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോൾ എന്തു ചെയ്യണം, എന്ത് സംസാരിക്കണം, എന്തു തീരുമാനമെടുക്കണം എന്ന എല്ലാ കാര്യങ്ങളിലും നിയോഗം വരുന്നത് ഈ നിറവിലാണ്. ഒരു കൺഫ്യൂഷനും ഇല്ല. ഒരു പ്രവാചകനും തേടിപ്പോകേണ്ട ആവശ്യമില്ല. നിയോഗം അവിടെ വരിക, ലീഡിങ്സ്, ഗൈഡൻസ് അവിടെ വരിക. അവിടെയാണ് ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത്. വാക്ക് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള സകല ഉപദേശങ്ങളും ഞാൻ ചുരുക്കമായിട്ട് പറയാ. അവിടെ ആത്മനിയോഗത്തിലായി ഞാൻ. ഇനി ഞാൻ എവിടെ നടക്കത്തില്ല? ജഡത്തിൽ നടക്കത്തില്ല, ജഡത്തിൽ ജീവിക്കത്തില്ല. അത് ആത്മനിറവുണ്ടെങ്കിൽ. അപ്പം അധിവാസവും ആത്മനിറവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻ ഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റും ഇൻ ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ആമേൻ. ഇൻ ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വരുമ്പോഴാണ് ഞാൻ ആത്മനിറവിലാകുന്നത്. അവിടെയാണ് ഞാൻ അവനെ അറിയുന്നത്. ഹല്ലേലൂയ. ഇനി മുന്നോട്ട് പോകട്ടെ. നമുക്കിന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. അല്പം കൂടെ മുന്നോട്ട് പോകട്ടെ. അവൻ വന്നപ്പോൾ, ആത്മസ്നാനം നടന്നപ്പോൾ, അവൻ എൻ്റെ മേലൊരു അഭിഷേകം വെച്ചിട്ടുണ്ട്. അവനെ അനോയിൻ്റ് ചെയ്തു, എന്നെ അഭിഷേകം ചെയ്തു. അത് പഴയ ഉടമ്പടിയുടെ ചിത്രത്തിൽ പഠിച്ചാൽ ആ അഭിഷേകം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള നിയോഗമാണ്. പഴയ ഉടമ്പടിയിൽ രാജാക്കന്മാരെ, പുരോഹിതന്മാരെ, പ്രവാചകന്മാർ വന്ന് അഭിഷേക തൈലം പൂശി അവർ ഓഫീസിലേക്ക് അവരെന്ത് ചെയ്യും? നിയോഗിക്കും. ആമേൻ. കേൾക്കുന്നുണ്ടോ? ഒരു ശുശ്രൂഷയ്ക്കായി അവരെ നിയോഗിക്കും. ഹല്ലേലൂയ. അതാണ് അഭിഷേകം. ഇനി അതിന് കൂടെ നടക്കുന്ന മറ്റൊരു കാര്യമാണ് ശക്തി തരിക. ഹലോ, എന്താണ്? ശക്തി തരിക. ആ അഭിഷേകത്തിൻ്റെ ആ ഓഫീസിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ദൈവിക ശക്തി പകരുക. അതാണ് നിങ്ങൾ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ട് പിന്മാറാതെ കാത്തിരിക്കുമ്പോൾ
പരിശുദ്ധാത്മാവൻ വന്ന് നിങ്ങൾക്ക് ശക്തി തരും. നിങ്ങൾ ശക്തി ധരിക്കും. യു വിൽ ക്ലോത്ത് വിത്ത് പവർ. യു വിൽ ബി എൻഡ്യൂർഡ് വിത്ത് പവർ. ശക്തി ധരിക്കുക. ഒരു മനുഷ്യൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി അവൻ അഭിഷേകം ചെയ്ത് അവന് ശക്തിയും കൊടുക്കും. ഏത് ഓഫീസിലാണോ അവനെ നിയോഗിച്ചത് അത് നിവർത്തിപ്പാൻ അവന് പവർ കൊടുക്കും. അപ്പം അഭിഷേകവും ശക്തിയും അവൻ്റെ മേൽ ആവസിക്കുകയാണ്. ആമേൻ. ഇപ്പം ഈ ഓരോ വിഷയങ്ങളും നമ്മൾ ദീർഘമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്കിന്ന് അതല്ല വിഷയം. നമുക്കിന്ന് അവനെ അറിയുന്ന അറിവിലേക്കൊന്ന് കയറണം. കാരണം ഇത്രയും അറിവുകൾ നമുക്കിന്നൊന്ന് ഉണ്ടാകണം. അവൻ അനുഭവിക്കുന്ന അളവിലേക്ക് കയറാൻ ഇത്രയും അറിവ് നമുക്കുണ്ടാകണം. അവൻ ആ വ്യക്തിയുടെ മേൽ ആവസിക്കുന്നത് അവൻ അഭിഷേകം ചെയ്തു. ഒരു പ്രത്യേക ഓഫീസിലേക്ക്, ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായി അവനെ നിയോഗിച്ചു. അവനിൽ എന്തു കൊടുത്തു? ആത്മാവിൻ്റെ ശക്തി പകർന്നു. ഇനി പുതിയ ഉടമ്പടി വരുമ്പോൾ ഈ അനോയിൻറ്റിങ്, അഭിഷേകം എന്ന പദത്തിന് അവൻ്റെ മേൽ വരുന്ന കാര്യം മാത്രമല്ല, അവൻ്റെ അകത്ത് വസിക്കുന്ന ഇൻഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റിനും ആത്മനിറവിനും എന്തു പറയും? അഭിഷേകം എന്ന് പറയും. കൺഫ്യൂസ്ഡ് ആകല്ലേ? അല്ലെങ്കിൽ നിങ്ങളെ ബ്രദറൻകാരും ബാപ്റ്റിസ്റ്റുകാരും അറസ്റ്റ് ചെയ്യും ഈ മേഖല വരുമ്പോൾ. ഞാൻ അവർക്ക് വചനം അറിയാം. എന്താണ്? യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം 27-ാം വാക്യം അവിടെ വ്യക്തമാക്കുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ, ഇൻ യു, നിങ്ങളിൽ വസിക്കുന്നു. അഭിഷേകം എവിടെ വസിക്കുന്നു? അകത്ത്. അപ്പോൾ ഇൻഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റിനും ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റിനും എന്ത് പറയും? അഭിഷേകം എന്ന് തന്നെ പറയും. നമുക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു ധാരണ വേണം. കാര്യം എന്താ? ഞാൻ ഇവിടെ ഇൻഡ്വെല്ലിങ്ങും ഇൻഫില്ലിങ്ങും പറയാൻ കാര്യം എന്താ? ആത്മാധിവാസവും ആത്മനിറവും പറയാൻ കാര്യം എന്താ? യോഹന്നാൻ വ്യക്തമാക്കുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അതാണ് ഇൻഡ്വെല്ലിംഗ്, ആത്മാധിവാസം. ആ അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കും. എപ്പോഴാണ് പഠിപ്പിക്കുന്നത്? ഞാൻ എൻ്റെ ഫോൺ എടുത്ത് എറിയത്തില്ല. കാര്യം വില കൂടിയ ഫോൺ ആരോ വാങ്ങിച്ചു തന്ന, അല്ലെ ഇപ്പോൾ എറിഞ്ഞേനെ നിങ്ങൾ തലക്കിട്ട്. കേട്ടിരിക്കന്നെ, ഞാൻ സോറി പറയുന്നില്ല. കേട്ടിരിക്കേ. യോഹന്നാൻ പറയുകയാണ്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആ അഭിഷേകം ഏതാ? ആത്മാധിവാസം, ഇൻഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റ് ആണ്. അതെങ്ങനെയാണ് ആ അഭിഷേകം ഇൻഫില്ലിംഗ് എന്ന് പറയാൻ കാര്യം? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കുന്നു. എപ്പോഴാ പഠിപ്പിക്കുന്നത്? 4 വട്ടം ഇത് പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴാ പഠിപ്പിക്കുന്നത്? ആത്മനിറവുള്ളപ്പോൾ. ആത്മാധിവാസത്തിന് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അത് ആത്മാവിൽ നടക്കുന്ന കാര്യമാണ്. ആത്മനിറവ് എവിടെ വരുന്നത്? എൻ്റെ പ്രാണനിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ വികാരങ്ങളിൽ, എൻ്റെ ബുദ്ധിയിലൊക്കെ വെളിപ്പെടും. അതല്ലേ ആത്മനിറവ്? എൻ്റെ ആളത്വത്തിൽ അനുഭവിക്കുന്ന അളവിൽ ആത്മാവ് നിറയുമ്പോൾ, ആത്മസാന്നിധ്യം നിറയുമ്പോൾ അത് ആത്മനിറവ. ആ ആത്മനിറവാണ് എന്നെ പഠിപ്പിക്കുന്ന ഉപദേശകൻ. അപ്പോൾ അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ ഇൻഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റിനും ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റിനും നമ്മുടെ മേലുള്ള ആത്മാവിൻ്റെ സാന്നിധ്യത്തിന് എന്ത് പറയും? അഭിഷേകം. ഈ സഭയിൽ വരുന്നവർക്ക് വചനത്തിൻ്റെ പരിജ്ഞാനം ആവശ്യമാണ്. നമ്മൾ ബുദ്ധിപരമായ അറിവല്ല, ആത്മാവിൽ ലഭിക്കുന്ന അറിവുകൾ ആവശ്യമുണ്ട്. നമ്മൾ കൺഫ്യൂസ് അവിടെ ഇവിടെയും പലരും പറയുമ്പോൾ നമ്മൾ കേട്ട് സംശയം എന്ന് പറയേണ്ട ആവശ്യമില്ല. കൃത്യമായ നമുക്ക് ഉപദേശമുണ്ട്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ വിഷയം ഇന്ന് പവറല്ല, അത് വന്നോളും. നമ്മുടെ വിഷയം എന്താണ്? അവനെ അനുഭവിച്ചറിയുന്ന കാര്യമാണ്. അവനുമായുള്ള അടുപ്പത്തിലേക്ക് വരിക. ഇനി അടുത്ത വിഷയം,
ഹി അബൈഡ്സ് വിത്ത് എ പേഴ്സൺ. യേശു അവിടെ പറഞ്ഞിട്ടുണ്ട്, പലവട്ടം ആവർത്തിച്ചു, അവൻ നിങ്ങളിൽ വസിക്കും, നിങ്ങളുടെ കൂടെ. കൂടെ എന്താ? ഒരു വ്യക്തിയുടെ കൂടെ. അത് ആത്മാവിൻ്റെ കൂട്ടായ്മ പറയാം. ദ ഫെലോഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹി അബൈഡ്സ് വിത്ത് എ പേഴ്സൺ. ഇത് വ്യക്തിപരമാ കേട്ടോ, ഇതെല്ലാം വ്യക്തിപരമാ കേട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം, ഇൻഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റ്. 2, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. അത് നമ്മുടെ പ്രാണനിൽ വരുമ്പോൾ നിറവ് അനുഭവിക്കുന്നു. ആത്മസ്നാനത്തിൽ ആത്മാവ് ഒരുവൻ്റെ മേൽ വരുമ്പോൾ അവനെ ഒരു പ്രത്യേക ഓഫീസിൽ ഒരു ശുശ്രൂഷയ്ക്കായി നിയോഗം ചെയ്യുന്നു, അവൻ അഭിഷേകം ചെയ്യുന്നു. അതിന് പേര് അഭിഷേകമെന്നാണ്. അതിൻ്റെ കൂടെ ആ നിയോഗത്തെ പൂർത്തീകരിക്കാൻ എന്തുണ്ടാകും? ശക്തി ഉണ്ടാകും. ഇതിലൊക്കെ വളർച്ച ഉണ്ടാകും, ഇതിലൊക്കെ വികാസമുണ്ടാകും. നിയോഗത്തെ വർദ്ധിപ്പിക്കുമ്പോൾ ശക്തിയെയും വർദ്ധിപ്പിക്കും. നിയോഗം ചെയ്യാത്തവന് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് അബദ്ധ പ്രാർത്ഥനയല്ലേ? ശക്തിതായോ ശക്തിതായോ അത് വീട്ടിൽ കുത്തിയിരുന്നിട്ട് TV കണ്ടുകൊണ്ടിരിക്കുക, മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുക, കർത്താവിൻ്റെ വേല ചെയ്യുന്നില്ല. സഭയിൽ വരുമ്പോൾ ശക്തിതായോ, ശക്തി തരത്തില്ല കുഞ്ഞെ. ശക്തി ആർക്കാ വേണ്ടത്? ശക്തി ആർക്കാ കൊടുക്കുന്നത്? നിയോഗമുള്ളവന്. ആ നിയോഗത്തിൽ വർദ്ധിക്കുമ്പോൾ, നിയോഗം ചെയ്യാൻ ഉത്സാഹിക്കുമ്പോൾ ആ ശക്തി വർദ്ധിക്കും, വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് കർത്താവിൻ്റെ കൃപയാണ്. ആമേൻ. ഇനി ഇതേ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ കൂടെ നടക്കും. ഇതെല്ലാം ഭയങ്കര ദൈവത്തിൻ്റെ കൃപകളാ. ദൈവത്തിൻ്റെ ആത്മാവ് അത് അവൻ്റെ ഫെലോഷിപ്പാണ്. ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും പറയും. കൂടെ നടക്കും. അടുത്തതായിട്ട് ഹി അബൈഡ്സ് അമംഗ് us. അവൻ സഭയുടെ നടുവിൽ വസിക്കും. കൂട്ടായ്മ 2 വിധമാണ്. ഒന്ന്, ഈ പറഞ്ഞ എല്ലാ പദങ്ങളും ഒരു വ്യക്തിക്ക് വേണ്ടിയാ. ആമേൻ. അത് വ്യക്തിപരമായ അനുഭവമാണ് കൂട്ടായ്മ വരെ. പക്ഷെ ആ കൂട്ടായ്മ എവിടെയുണ്ട്? ഈ വ്യക്തികളെല്ലാം കൂടെ സഭയായി കൂടി വരുമ്പോൾ അതിൻ്റെ നടുവിൽ അവൻ്റെ കൂട്ടായ്മ ഉണ്ടാകും. ഹല്ലേലൂയ. അവിടെ അത് വെളിപ്പെടണമെങ്കിൽ ഈ വ്യക്തികൾ തമ്മിൽ സ്നേഹത്തിൽ ഏകീഭവിക്കണം. ഈ വ്യക്തികൾ തമ്മിൽ ബന്ധമുണ്ടാകണം. ഐക്യതയിൽ, ഒരു മനസ്സിൽ. എവിടെ അവർ കൂടി വന്നാൽ 2-3 പേർ മതി. കൂടി വന്നാൽ അവൻ അവിടെ അങ്ങ് വെളിപ്പെട്ട് വരും. അതിൻ്റെ ലെവലുകൾ വർദ്ധിക്കുമ്പോഴാണ് ഉണർവായും ഇല്ലേ ഗ്ലോറിയായും ഒക്കെ സംഭവിക്കുന്നത്. ഇത്ര മനസ്സിലാകുമോ? നമ്മുടെ ഇടയിൽ അവൻ വസിക്കും. അവൻ വന്ന് നമ്മുടെ മധ്യത്തിൽ വസിക്കുമ്പോൾ ആ സാന്നിധ്യം വിട്ടുമാറാതെ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ, സാന്നിധ്യം എപ്പോഴും ഉണ്ട്, പക്ഷെ ആ സാന്നിധ്യം എപ്പോഴും വെളിപ്പെടുത്തില്ല. ഇപ്പം ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയാം, ചിലപ്പോൾ ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം അവർ പ്രാർത്ഥിക്കുമ്പം വൈകുന്നേരത്തെ സാന്നിധ്യം ഒന്ന് വെളിപ്പെടുന്നത്. ചിലപ്പോൾ ആദ്യ മണിക്കൂറിൽ സാന്നിധ്യം വെളിപ്പെടും, പിന്നെ ഉണ്ടാകത്തില്ല. പിന്നെ ഉച്ചവരെ ഞരങ്ങി മൂളിയൊക്കെ പ്രാർത്ഥിച്ചെത്തുമ്പോൾ ഒരു സാന്നിധ്യം വെളിപ്പെടും, പിന്നെ വെളിപ്പെടുത്തില്ല. ഈ കർത്താവ് ഭയങ്കര തമാശക്കാരനൊക്കെയാണ്, എൻ്റെ ഭാഷ പറഞ്ഞാൽ. ഒരു ഇട്ട് കൊടുത്ത് പിന്നെ വലിച്ച്, പിന്നെ ഇട്ട് കൊടുത്ത് പിന്നെ ഒന്ന് പിൻവലിച്ച്. അതൊക്കെ അവൻ്റെ പരിജ്ഞാനമാണ്. നമ്മളെ ചിലക്ക് പഠിപ്പിക്കുക സാന്നിധ്യത്തിൻ്റെ വില എന്താണെന്ന്, തേജസ്സിൻ്റെ വില എന്താണെന്ന് നമുക്കവൻ ട്രെയിനിങ് തരിക. സാന്നിധ്യമില്ലെങ്കിൽ നീ ഒന്നുമല്ലെന്ന് കാണിച്ചു തരും. സാന്നിധ്യമുണ്ടെങ്കിൽ നീ പുപ്പുലിയാകും. പുലിയല്ല, പുപ്പുലിയാകും. ആ സാന്നിധ്യത്തിൽ വലിയ കാര്യം ചെയ്തിട്ട് ഇറങ്ങി വരും പുള്ളി പിന്നെ നടക്കുന്നത് ആ ഗൗരവത്തിലാണ്. ഈ മഹത്വം വെളിപ്പെട്ട് ചില കാര്യം ചെയ്ത് പുള്ളി പുപ്പുലിയായി വലിയ പ്രസംഗം നടത്തി, വലിയ പാട്ട് നടത്തി, ആരാധന നടത്തി, സൗഖ്യം നടത്തി, ഇറങ്ങി വരുമ്പം പിന്നെ പുള്ളി നടക്കുന്ന ആ ഗൗരവത്തിലാണ്. ഞാൻ വലിയ പുള്ളിയായിട്ടാ. പിറ്റേന്ന് കയറി നിൽക്കുമ്പോൾ സാന്നിധ്യം ഉണ്ടാകത്തില്ല, നീ പൊട്ടി. ഇങ്ങനെ പഠിപ്പിക്കും ദൈവം. വലിയ വില, അതിൻ്റെ വില വിശുദ്ധിയാണ്. ഞാൻ കൊടുക്കേണ്ട വില എന്താണ്? വിശുദ്ധിയാണ്. പ്രാർത്ഥനയല്ല. പ്രാർത്ഥന എന്തിനു വേണ്ടിയാ? ഞാൻ നന്നാവാൻ വേണ്ടിയാ. പ്ലീസ്,
ഞാൻ വിശുദ്ധനാകാൻ വേണ്ടിയാ. പ്രാർത്ഥനയല്ല അതിൻ്റെ വില, വിശുദ്ധി അതിൻ്റെ വില. നിഷ്കളങ്കത്വമാണ്. അപ്പം പ്രാർത്ഥിച്ച് ഞാൻ ആരാകും? നിഷ്കളങ്കനാകും. Come on, you didn't translate. Without blemish. ട്രാൻസ്ലേഷൻ കൊണ്ട് നടക്കുന്നില്ല ചില വാക്ക് പറയുമ്പോൾ. മലയാളം പഠിക്കണമായിരുന്നു. Amen. Just kidding, okay? You don't worry. കേട്ടോ നിങ്ങൾ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്ന നല്ല കാര്യം, എൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയും നിഷ്കളങ്കതയുമാണ് ദൈവാത്മാവ് നിറയാനുള്ള അടിസ്ഥാനം, ഉണർവിൻ്റെ അടിസ്ഥാനം. ഇപ്പം എന്തിനാ പ്രാർത്ഥിപ്പിക്കുന്നത്? പ്രാർത്ഥിച്ച് എൻ്റെ ഹൃദയം നിഷ്കളങ്കമാകും. ശരിയല്ലേ? ഈ സ്ഥിരം പ്രാർത്ഥിക്കുന്ന ആൾക്കാരെല്ലാം ഒന്ന് ഹൃദയം നോക്കിയേ. നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹം എന്താണ്? വേഗത്തിൽ വർദ്ധിക്കുക. ഹല്ലേലൂയ. അപ്പം ഞാൻ അർത്ഥം മനസ്സിലാക്കണം. പ്രാർത്ഥന ആവശ്യമാണ്. പക്ഷെ പ്രാർത്ഥന എന്തിനു വേണ്ടിയാ? ഞാൻ നന്നാകാൻ വേണ്ടിയാ. എൻ്റെ ഹൃദയം നിഷ്കളങ്കമാകാൻ വേണ്ടിയാ. എൻ്റെ ഹൃദയം വിശുദ്ധമാകാൻ വേണ്ടിയാ. അതെങ്ങനെ സംഭവിക്കുന്നത്? ഞാനങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം, എൻ്റെ അകത്തുള്ള ആത്മാവ് എങ്ങോട്ട് ചലിക്കും? എൻ്റെ പ്രാണനിലേക്ക്, ഹൃദയത്തിലേക്ക്, എൻ്റെ വികാരങ്ങളിലേക്ക്, ബുദ്ധിയിലേക്ക്, മനസ്സിലേക്ക് ചലിച്ചിട്ട് എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു, എൻ്റെ ഹൃദയം നിഷ്കളങ്കമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈ ആത്മാവിൻ്റെ കൂട്ടായ്മ അത് ഒരു വ്യക്തിയുടെ കൂടെയുമുണ്ട്, സഭയിലുമുണ്ട്. ആമേൻ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ, 2 Corinthians 13-14. ഞാൻ വചനമൊന്നും എടുക്കാത്തതേ, ഇന്ന് നമ്മുടെ നിയോഗം അതല്ല. അവിടെ ആശീർവാദം പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. അപ്പോൾ ഓരോ ശുശ്രൂഷയും കഴിയുമ്പോൾ ശുശ്രൂഷ നയിക്കുന്ന വ്യക്തി പറഞ്ഞ് പ്രഖ്യാപിച്ച് വിടുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. നിങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ ആരുണ്ടായിരുന്നു? അവൻ്റെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇനി നടന്നു പോകുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിച്ചാണ് വിടുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് വരാം. നമ്മുടെ ആത്മാവിൽ അധിവാസം, നമ്മുടെ പ്രാണനിൽ ആത്മ നിറവ്, നമ്മുടെ മേൽ അഭിഷേകം, ആത്മശക്തി. അഭിഷേകവും ആത്മശക്തിയും രണ്ടും എവിടെ ഉണ്ട്? നമ്മുടെ പ്രാണനിലും ആത്മാവിലും ഉണ്ട്. സെയിം പദങ്ങൾ അതിന് തന്നെ പറയും. തീർന്നില്ല. അവൻ വ്യക്തിപരമായി ഒരാളായി, വ്യക്തിയായി എൻ്റെ കൂടെയുണ്ട്. ഇനി നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി വരുമ്പോൾ അവൻ നമ്മുടെ നടുവിൽ നമ്മുടെ കൂടെ കൂട്ടായ്മ ആചരിക്കാൻ വേണ്ടിയുണ്ട്. ഇത്ര മനസ്സിലാകുമോ? യെസ്. ഇനി ഈ കൂട്ടായ്മ എന്ന പദം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പാർട്ടിസിപ്പേഷൻ, കമ്മ്യൂണിയൻ, ഫെലോഷിപ്പ്. അതായത് ഹാവിങ് എനിത്തിങ് ഇൻ കോമൺ. അർത്ഥം അവൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് തരിക പോരാ, രണ്ടു കൂട്ടർക്കും കോമൺ ആയി തരിക. അവനതുണ്ട്, കുറേ കാര്യം അവനുണ്ട്. അത് കൂട്ടായ്മക്കാർക്കും കൂടെ വീതിച്ചു കൊടുക്കുക. പോരാ. ഇന്നലെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഇളയ മകളുടെ കല്യാണമായിരുന്നു, CSL. അപ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്ന എല്ലാം കേട്ടു. ഞാൻ ഭയങ്കര ആത്മനിറവിലായിരുന്നു കേൾക്കാനായിട്ട്. അപ്പോൾ അവിടെ ഈ മണവാളനും മണവാട്ടി, വധുവും വരനും തമ്മിൽ പറയുന്ന ഒരു പ്രതിജ്ഞാവാചകമുണ്ട്. അതിനകത്ത് എല്ലാം കൊടുക്കുക അങ്ങോട്ട്.
ആദ്യം മണവാളൻ വരൻ വധുവിനെല്ലാം പറയാം, എൻ്റെ ഇഹലോക സമ്പത്തുകളെല്ലാം നീ കൊടുക്കൂടാ. ഞാൻ ചോദിക്കാം അവനോട്, അവിടെ ബാക്കി ചോദിക്കാം. എൻ്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിനക്ക് അവകാശമാക്കുന്നു. ഒരു കുഞ്ഞ് വഴക്കുണ്ടാകുമ്പോഴാ പുള്ളി മുറി പൂട്ടി പോവും. പിന്നെ ബാക്കി സമ്പത്തിലും നമുക്കറിയാം, ദുഃഖത്തിലും നമുക്കറിയാം. അപ്പം നമുക്കില്ലാത്ത പദം അവിടെ, ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിനക്ക് അവകാശമാക്കുന്നു. ഇനി പെൺകുട്ടിയും പറയും, എൻ്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിനക്ക് അവകാശമാക്കുന്നു. കുളിക്കുന്ന സോപ്പ് എടുത്ത് അടി ഉണ്ടാക്കും. എൻ്റെ സോപ്പാ, എൻ്റെ തോർത്താ, ശരിയല്ലേ? എന്താ പറഞ്ഞത്? കം ഓൺ ചർച്ച്. എൻ്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിനക്ക് അവകാശമാക്കുന്നു. പക്ഷെ ഞാൻ ഒരു ആത്മീയ മർമ്മം പറഞ്ഞു വരിക, ഫെലോഷിപ്പ്. ഈ രണ്ടുപേർക്കും ഉള്ളതെല്ലാം കോമൺ ആണ്. ഹാവിങ് തിങ്സ് ഇൻ കോമൺ, ഹാവിങ് എനിത്തിങ് ഇൻ കോമൺ. അപ്പം നമുക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് വലുതായിട്ടൊന്നും ഇല്ലല്ലോ, നമ്മളെ തന്നെ കൊടുക്കാനായിട്ടുള്ളൂ. അതുകൊണ്ട് എന്താ, നമ്മുടെ ശരീരത്തെ കൊടുത്തിരിക്കുക. കൊടുത്തതല്ല, കർത്താവ് വലിയ വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് കൊടുത്തേ പറ്റൂ, അവകാശപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ ഈ ബോഡി വേണം. ആമേൻ. ഇത് അവൻ്റെ മന്ദിരമാക്കണം. അതാ ഹാവിങ് എനിത്തിങ് ഇൻ കോമൺ, പങ്കാളിത്തമാ. അപ്പം എൻ്റെ ശരീരത്തെ അവൻ വിലയ്ക്ക് വാങ്ങി, യേശു കർത്താവിൻ്റെ ചോര കൊടുത്ത്, എന്നിട്ട് അവൻ്റെ മന്ദിരമാക്കുക. അപ്പം അതിന് എത്രത്തോളം ഞാൻ എൻ്റെ ശരീരത്തെ മന്ദിരമാക്കി സമർപ്പിക്കുന്നുവോ, മന്ദിരം, ആലയം നിങ്ങൾക്ക് അർത്ഥം അറിയാം, ദൈവത്തിന് മാത്രമുള്ളതാണ്. ഇനി എനിക്കതിനെ സ്വന്തമായിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, അല്ലേ? ശരിയല്ലേ? കൊടുത്തിരിക്കുക. ആ സമർപ്പണം എത്രത്തോളം ഉണ്ടോ ആ അളവിൽ അവൻ ഈ മന്ദിരത്തിൽ വെളിപ്പെടും. ഈ പറഞ്ഞ എല്ലാ പദങ്ങളും ഉണ്ടല്ലോ, അതെല്ലാം വെളിപ്പെട്ട് വരണമെങ്കിൽ ഈ ആത്മാധിവാസമുണ്ട്. അത് ആത്മനിറവും അഭിഷേകവും ശക്തിയും കൂട്ടായ്മയൊക്കെ പ്രോപ്പറായി നടക്കണമെങ്കിൽ ഈ ശരീരത്തെ അവൻ പൂർണ്ണമായി കൊടുത്തിരിക്കണം. അത് മന്ദിരം തന്നെ ആകണം, വിശുദ്ധം തന്നെ ആകണം. അത് നമ്മുടെ ഭാഗത്ത് കൊടുക്കേണ്ടത്. ഇനി അവൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടേതാ. അതാണ് ഫെലോഷിപ്പ്. അവൻ്റെ സകല ഫീലിങ്സും നമുക്ക് തരും, അവൻ്റെ സകല ഇമോഷൻസും നമുക്ക് തരും. ഓരോ സമയത്തും അവൻ ഇമോഷൻസ് വ്യത്യാസമാകും. ആമേൻ. നമുക്ക് അവനെ ദുഃഖിപ്പിക്കാമല്ലോ. അപ്പോൾ അവൻ ഇമോഷൻ ഇല്ലേ, ആ വ്യക്തിയല്ലേ, പോരാ. നമുക്കവൻ ദുഃഖിപ്പിക്കാമല്ലോ. വചനം പറയുന്നു, ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. അർത്ഥം എന്താ? നമുക്കവൻ എന്ത് ചെയ്യാം? ദുഃഖിപ്പിക്കാം. അപ്പോൾ അവന് വികാരമുണ്ട്. അവനൊരു വികാരമാണ് സ്നേഹം, നമുക്ക് തരും. അവൻ്റെ മറ്റൊരു വികാരമാണ് സമാധാനം. ഇതെല്ലാം വികാരമല്ലേ? കമോൺ, അത് നമുക്ക് തരും. മറ്റൊരു വികാരമാണ് എന്ത്? സന്തോഷം, നമുക്കിങ്ങ് തരും. ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവൻ്റെ സകല ഫീലിങ്സും എല്ലാ വികാരങ്ങളും നാമുമായി പങ്കുവെക്കുകയാണ്. അതാണ് ഫെലോഷിപ്പ്, കൂട്ടായ്മ, കൊയിനോണിയ എന്ന പദത്തിനർത്ഥം. ഇനി അവന് കുറേ ഗിഫ്റ്റ് ഉണ്ട്, ഒരിക്കലും തീരത്തില്ല. കൃപാവരങ്ങൾ എന്നൊക്കെ പറയും നമ്മുടെ ഭാഷയിൽ, ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതെല്ലാം പങ്കുവെക്കും. ആമേൻ. ഒരു പുള്ളി ഭയങ്കര ഉപദേഷ്ടാവാ, വെളിപ്പെടുത്തും കാര്യങ്ങളെ, പിതാവിനെ കുറിച്ച്, പുത്രനെ കുറിച്ച് ഒക്കെ ഇങ്ങ് വെളിപ്പെടുത്തും. പരിജ്ഞാനത്തിൻ്റെ പൂർത്തിയിലേക്ക്
ഇനി പ്രാർത്ഥിക്കണോ? അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കാൻ അറിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാൻ അറിയത്തുള്ളൂ. അത് നാമുമായി പങ്കുവെക്കും. വിശ്വാസം അത് അവനേ ഉള്ളൂ, നാമുമായി പങ്കുവെക്കും. ഈ കൂട്ടായ്മ എന്നതിനർത്ഥം പറഞ്ഞു വരിക ഫെലോഷിപ്പ്. അവൻ്റെ എല്ലാം സകല ഫീലിങ്സും, സകല വികാരങ്ങളും, സകല നന്മകളും, സകല കൃപകളും, സകല കൃപാവരങ്ങളും, സകല അനുഗ്രഹവും, അവൻ്റെ ശക്തിയും, അവൻ്റെ എല്ലാ നന്മകളും നാമുമായി പങ്കുവെക്കുന്നതാണ് കൂട്ടായ്മ. നമുക്കിത്രയും മതി. യേശു പറഞ്ഞു, അവൻ നിങ്ങളിൽ ഇരിക്കുകയും നിങ്ങളോട് കൂടെ വസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അവനെ അറിയും. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ ലളിതമായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അവനെ നമ്മൾ അറിയുന്നത് പ്രധാനമായിട്ടും ആത്മാവിൻ്റെ നിറവിൽ നാം ജീവിക്കുമ്പോഴാണ്. അവൻ നമ്മുടെ ഹൃദയത്തിൽ, പ്രാണനിൽ, വികാരങ്ങളിൽ, ബുദ്ധി, മനസ്സ് മാത്രമല്ല ശരീരത്തിലും നിറയും. ഹല്ലേലൂയ. അവിടെയാണ് നാം അവനെ അറിയുന്നത്, അനുഭവിച്ചറിയുക. എൻ്റെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ എനിക്കറിയാൻ പറ്റും. I can feel a person who is sitting nearby. പക്ഷെ എൻ്റെ അകത്തിരിക്കുന്ന വ്യക്തിയോ പോരാ. ഇപ്പം ഞാനും ശദ്രക്കും ഒരുമിച്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ കേൾക്കാനും അറിയാനും സ്പർശിക്കാനും ഫീൽ ചെയ്യാനും പറ്റും. ഇനി എൻ്റെ ഭാര്യയുമായി പറയുമ്പോൾ അതിൽ കുറച്ചും കൂടെ ആഴത്തിൽ എൻ്റെ കൂടെ വസിക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യയെ അറിയാനും അനുഭവിക്കാനും ഫീൽ ചെയ്യാനും കേൾക്കാനും ഒക്കെ പറ്റും. അവിടെയൊക്കെ പരിമിതിയുണ്ട് ഇതിനെല്ലാത്തിനും. പക്ഷെ ഒരുവൻ എൻ്റെ അകത്തിരുന്നാലോ, ജഡമില്ലാത്തൊരുവൻ, ശരീരമില്ലാത്തൊരുവൻ ആത്മാവായി എൻ്റെ ആത്മാവിലും എൻ്റെ പ്രാണനിലും എൻ്റെ വികാരത്തിലും ഹൃദയത്തിലും ബുദ്ധിയിലും മനസ്സിലും ഒക്കെ നിറയുമ്പോഴോ ഞാൻ അവനെ അറിയേണ്ടതുപോലെ അവനെ അറിയും. നമ്മുടെ ഈ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ തേജസ് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടിരിക്കും. നമ്മുടെ അകത്ത് നിറയും. നാം ഗ്ലോറി കാരിയേഴ്സ്, തേജസ്സിൻ്റെ വാഹകരാകും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് അടുത്തു വന്നറിയേണ്ടത് പരിശുദ്ധാത്മാവാം ദൈവത്തെയാണ്, അവൻ്റെ പ്രവർത്തനങ്ങളെയാണ്. അവനെ അനുഭവിക്കുന്ന അളവിലേക്ക് വരണം. രണ്ട് കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഞാൻ പറഞ്ഞ ഓരോ പോയിന്റും ഫോക്കസ് ചെയ്യേണ്ടതാണെങ്കിലും രണ്ട് കാര്യം: ഒന്ന് അവൻ്റെ നിറവ്, ആത്മനിറവ്; രണ്ട് ആത്മാവിൻ്റെ കൂട്ടായ്മ. കൂട്ടായ്മ അകത്താണോ പുറത്താണോ? ചോദ്യം. കൂട്ടായ്മ അകത്താണോ പുറത്താണോ എന്ന്. കൂട്ടായ്മ ആത്മനിറവിലാണോ നമ്മുടെ കൂടെയുള്ളതാണോ? രണ്ടുമുണ്ടെന്ന് പറ. എന്താ ഗ്രഹിക്കാത്ത അങ്ങോട്ട്? ഇത്രയും ആത്മാവിൽ മർമ്മങ്ങൾ പറഞ്ഞിട്ട് എന്താ ഗ്രഹിക്കാത്തത്? അവനൊരു ആളത്വമായി എൻ്റെ അകത്തുണ്ട്, അവനൊരു വ്യക്തിയായി എൻ്റെ കൂടെയുണ്ട്. ഇതൊക്കെ ആർക്കെ ചെയ്യാൻ പറ്റൂ? അതുകൊണ്ട് അവൻ്റെ പേര് ദൈവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവൻ്റെ പേര് സന്തോഷം വിളിച്ചതന്നെയായിരുന്നു. സന്തോഷിന് ഒരു സമയത്ത് ഒരിടത്തേ ആയിരിക്കാൻ പറ്റത്തുള്ളൂ, ഒറ്റ വ്യക്തിയായിട്ട് വെളിപ്പെടാൻ പറ്റത്തുള്ളൂ. ആമേൻ. അവൻ ദൈവമായതുകൊണ്ടാണ്, സർവശക്തനായതുകൊണ്ടാണ്, സർവവ്യാപിയായതുകൊണ്ടാണ്, സർവജ്ഞാനിയായതുകൊണ്ട് എൻ്റെ അകത്ത് ഇതുപോലെ ഒരു വ്യക്തിയായി എൻ്റെ കൂടെ എൻ്റെ അകത്ത് ജീവിച്ച് കൂട്ടായ്മ തരുമ്പോൾ തന്നെ അവനൊരു വ്യക്തിയായി ഒരു വ്യക്തിയായി ആളത്വമായി എൻ്റെ കൂടെ നടക്കാൻ പറ്റും.
അപ്പോൾ തന്നെ അവൻ സ്വർഗത്തിലുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും ഇത് അവകാശപ്പെടാൻ പറ്റും. ഹല്ലേലൂയ. അവൻ ദൈവമാണെന്ന്. ആ ദൈവത്തിൻ്റെ അർത്ഥം അതാണ്. ഹല്ലേലൂയ. നിങ്ങളോ അവനെ അറിയുന്നു. നമുക്ക് ഒരുമിച്ച് എഴുന്നേൽക്കണം, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധി തുറക്കും. അവൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതെനിക്ക് നന്നായി സെൻസ് ചെയ്യാൻ പറ്റും. അവൻ്റെ സാന്നിധ്യം ഇവിടെ വേഗത്തിൽ വെളിപ്പെട്ട് പിന്മാറി പോകാതെ നിൽക്കും. അത് വേഗം നടക്കും. അത് ഉണർവിൻ്റെ ആരംഭമാകും. അങ്ങനെ സാന്നിധ്യം ഇവിടെ മടങ്ങിപ്പോകാതെ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ ഇവിടെ വരുന്ന ഓരോ വ്യക്തികളുടെയും അകത്തെ ആത്മ മനുഷ്യന്മാർ എഴുന്നേറ്റ് ആ വെളിപ്പെട്ട് നിൽക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യവുമായി കണക്റ്റ് ആകും. അവർ ഉണർവിലേക്ക് വരും. അതിൽ നാം വിശ്വസ്തരായിരുന്നാൽ തേജസ്സിൻ്റെ അളവുകൾ നമ്മുടെ നടുവിലും നമ്മുടെ അകത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കും. നാം ഗ്ലോറി കാരിയേഴ്സ്, തേജസ്സിൻ്റെ വാഹകരാകും. നമ്മുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ഘനം വെളിപ്പെടും. ഒരു മനുഷ്യനും താങ്ങാൻ കഴിയാത്ത അളവിൽ, ഒരു ജഡത്തിനും മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത അളവിൽ അവൻ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കും. സഭയ്ക്ക് ആഴത്തിലുള്ള മാനസാന്തരവും പാപബോധവും ഉണ്ടാകും. സഭ കർത്താവിൻ്റെ വേലയ്ക്കായി 247 രാജ്യങ്ങളിലേക്ക് പോകും. ഇത്രയും വലിയ അനുഭവം ഉണ്ടായാൽ പിന്നെ ഇവിടുത്തെ ജോലിയും അവൻ്റെ ബിസിനസ്സും ഒന്നും ഒരു കാര്യവുമല്ല. അവൻ ഏക ദൗത്യം ഈ ദൈവത്തെ, ഈ ഗ്ലോറിയുടെ പരിജ്ഞാനം സർവ്വഭൂമിയിലും എത്തിക്കണം. ഈ ഗ്ലോറിയിലേക്ക് ജനത്തെ കൂട്ടിവരുത്തണം. അത് മാത്രം അവൻ്റെ ലക്ഷ്യമാകും. അവൻ്റെ മുൻഗണനയെല്ലാം മാറും. യെസ്, പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മുടെ നടുവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആത്മാക്കളെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യെസ് യെസ്. നിങ്ങളോ അവനെ അറിയുന്നു. യേശു പറയുകയാണ്, നിങ്ങളോ അവനെ അറിയുന്നു. നിങ്ങളോ അവനെ അറിയുന്നു. യെസ് യെസ്. ലോകത്തിന് അവനെ പ്രാപിപ്പാൻ കഴിയത്തില്ല. എന്നാൽ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നുകൊണ്ട് അവനെ അറിയുന്നു. നമുക്കൊന്ന് നമ്മെ തന്നെ പരിശോധിക്കണം. നമ്മൾ അവനെ എത്ര അറിഞ്ഞിട്ടുണ്ട്, എത്ര അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്? വല്ലപ്പോഴും മാത്രം. കാര്യം നമ്മുടെ സമർപ്പണം പൂർണ്ണമാകാത്തതുകൊണ്ടാണ്. ഈ ശരീരം അവൻ്റെ മന്ദിരമല്ലേ? ഈ ശരീരത്തെ നാം പൂർണ്ണമായി കൊടുത്തിട്ടില്ല. നാം ഇന്നും നമ്മുടെ സ്വയത്തിലും ജഡത്തിലുമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യുകയാണ്. ഈ ശരീരത്തിൻ്റെ അവയവങ്ങളെ കൊണ്ട് നാം പാപം ചെയ്യിപ്പിക്കുകയാണ്. കൺമോഹം, ജഡമോഹം. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പാപത്തിന് കൊടുത്തതുകൊണ്ട് അവന് നമ്മെ പൂർണ്ണമായും അവൻ്റെ മന്ദിരമാക്കി തീർക്കാൻ പറ്റുന്നില്ല. നമ്മെ നേടാൻ പറ്റുന്നില്ല. നമ്മൾ പാപം ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കണം. നമ്മൾ അവനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കണം. നമ്മൾ അവൻ്റെ തീയെ കെടുത്തിയിട്ടുണ്ട്. കെടുത്തി. ഡു നോട്ട് ക്വഞ്ച് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അവനെ കെടുത്തിയിട്ടുണ്ട്. പാപനിമിത്തം, നമ്മുടെ അനുസരണക്കേട് നിമിത്തം. അവൻ നമ്മോട് പല കാര്യം പറഞ്ഞിട്ട് നാം ചെയ്തിട്ടില്ല. നമ്മുടെ ഇഷ്ടത്തിൽ നടന്നിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് അവനോട് ക്ഷമ ചോദിക്കണം. എല്ലാവരും വാ തുറന്ന് പ്രാർത്ഥിക്കാൻ കൃപ ചോദിക്കണം. നമുക്ക് അല്പസമയം എടുത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ ആ ദൈവപ്രവൃത്തിയുടെ അതിൻ്റെ ലാസ്റ്റ് സെക്കൻഡ് നിൽക്കുക. ഏത് നിമിഷവും വെളിപ്പെടാം. മഹത്വം എപ്പോൾ വേണമെങ്കിലും വെളിപ്പെടാം. ദൈവപ്രവൃത്തി നമ്മുടെ നടുവിൽ ഈ നിമിഷം തുടങ്ങി എപ്പോൾ വേണമെങ്കിലും വെളിപ്പെടാം. തേജസ് ഈ സെക്കൻഡ് തുടങ്ങി എപ്പോൾ വേണമെങ്കിലും വെളിപ്പെടാം.
ഉണർവ് ഈ സെക്കൻഡ് തുടങ്ങി എപ്പോൾ വേണമെങ്കിലും വെളിപ്പെടാം. അങ്ങനത്തെ ഒരു സമയത്തിൽ നാം എത്തി നിൽക്കുകയാണ്. നമുക്ക് ഇന്നൊന്ന് അനുദപിക്കാം. പരിശുദ്ധാത്മാവിനെ കെടുത്തിയതോർത്ത് ദൈവത്തോട് ക്ഷമ ചോദിക്കാം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതോർത്ത് ക്ഷമ ചോദിക്കാം. അവൻ നമ്മുടെ ആത്മാവിലുണ്ട്, പക്ഷെ നിറവിൽ നമുക്ക് എത്താൻ പറ്റുന്നില്ല, അനുഭവിക്കാൻ പറ്റുന്നില്ല. അവൻ നമ്മുടെ കൂടെ ഉണ്ട്, അവനെ അറിയാൻ പറ്റുന്നില്ല. അവൻ്റെ കൂട്ടായ്മ നമുക്കുണ്ട്, അവൻ്റെതെല്ലാം നമ്മുടേതാണ്. അത് കോമണായി തന്നിരിക്കുക, പക്ഷെ നമുക്ക് ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല, പ്രാപിക്കാൻ പറ്റുന്നില്ല. കാര്യം നാം പൂർണ്ണമായി സമർപ്പിച്ചിട്ടില്ല. നമ്മുടെ ശരീരത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരമായി കൊടുത്തിട്ടില്ല. വിലയ്ക്ക് വാങ്ങിയതൊക്കെ ശരിയാ, പക്ഷെ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി, സജീവയാഗമായി, ജീവിക്കുന്ന യാഗമായി ആ യാഗപീഠത്തിന്മേൽ വെച്ചേക്കണം. തീ ഇറങ്ങണമെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം യാഗവസ്തുവിനെ തൊലി ഉരിച്ച്, തീ ഇറങ്ങണമെങ്കിൽ യാഗവസ്തുവിനെ, യാഗമൃഗത്തെ മുറിച്ച് അതിൻ്റെ തൊലി ഉരിച്ച് കഷ്ണം കഷ്ണമായി മുറിച്ച് യാഗപീഠത്തിങ്കിൽ വെച്ചെങ്കിൽ മാത്രമേ, ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ ചെയ്തെങ്കിൽ മാത്രമേ തീ ഇറങ്ങത്തുള്ളൂ. തീ ഇറങ്ങട്ടെ. തീ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. വ്യക്തിപരമായി പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഭയ്ക്ക് കൃപ തരും. പറഞ്ഞാട്ടെ, സംസാരിച്ചാട്ടെ. അനുദപിക്കേണ്ട മേഖലകൾ ധാരാളമുണ്ടല്ലോ. നമ്മുടെ ശരീരത്തെ നാം എത്ര തവണ പാപങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ഇത് നമ്മുടേതല്ലല്ലോ. നമുക്ക് ഈ ശരീരത്തിൽ എന്താ അവകാശം? യേശു കർത്താവിൻ്റെ ചങ്കില ചോര കൊടുത്ത് നമ്മുടെ ശരീരത്തെ വിലയ്ക്ക് വാങ്ങി അവൻ്റെ സ്വന്തമാക്കി അവൻ്റെ വിശുദ്ധ മന്ദിരമാക്കിയിരിക്കുമ്പോൾ നമുക്കെന്താ നമ്മുടെ മേൽ അവകാശം? ഒരവകാശം നമുക്ക് നമ്മുടെ മേലില്ല. പക്ഷേ നാം പലപ്പോഴും ഈ ശരീരത്തിൻ്റെ അവയവങ്ങളെ എടുത്ത് പിശാചിന് കൊടുത്തിട്ടുണ്ട്, ലോകത്തിന് കൊടുത്തിട്ടുണ്ട്, പാപത്തിന് കൊടുത്തിട്ടുണ്ട്, ജഡമോഹത്തിന് കൊടുത്തിട്ടുണ്ട്, പഴയ മനുഷ്യന്റെ ഇഷ്ടത്തിന് കൊടുത്തിട്ടുണ്ട്. എത്രയോ പാപങ്ങൾ നാം ചെയ്തു. എത്രയോ പ്രാവശ്യം നമ്മുടെ ആത്മാവിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. നമ്മുടെ മേലുള്ള അഭിഷേകത്തെയും ശക്തി നാം കെടുത്തി. എത്രയോ പ്രാവശ്യം, ഇന്ന് വരെ, ഈ നിമിഷം വരെ, ഇന്നും കൂടെ നാം ചെയ്തിട്ടില്ലേ? നമുക്കൊരു മാനസാന്തരം വേണ്ടായോ? നമുക്കൊരു ആഴത്തിൽ പാപബോധം വേണ്ടായോ? നമുക്ക് അവൻ്റെ മുമ്പാകെ വന്ന് കരുണയ്ക്കായി ചോദിക്കണ്ടായോ? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ്. കഴിയാത്തവനല്ല, കഴിയുന്നവനാണ്. ഒരുമിച്ച് സഭ ഒരുമിച്ച് ചേർന്നു വാ. ഈ സഭയെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയാ. ഇവിടെ വരുന്ന നിങ്ങളെ കുറിച്ച് അവന് വലിയ പദ്ധതിയാണ്. അല്ലെങ്കിൽ നിങ്ങളിവിടെ വരുത്തില്ല, വരാൻ സാധ്യമല്ല. നമുക്കൊരു തീരുമാനമെടുക്കണം. ഇന്ന് അവനെ നമുക്ക് അറിയണം, അവനെ അനുഭവിച്ചറിയണം, കൂട്ടായ്മ അറിയണം. അതിനായിട്ടൊരു സമർപ്പണം വരട്ടെ. ആഴത്തിൽ 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 ശരീരം സമർപ്പിക്കട്ടെ, കണ്ണുകൾ സമർപ്പിക്കട്ടെ. കണ്ണുകൾ, നാവുകൾ, ചെവികൾ. മതി. ഇനി ജാതികളെ പോലെ ജഡത്തിന്റെയും പാപത്തിന്റെയും സാത്താനെ ഇഷ്ടം ചെയ്ത് കാലം പോക്കിയത് മതി. ഇറ്റ്സ് ഇനഫ്. നമ്മുടെ അറിവില്ലായ്മയിൽ ഒത്തിരി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. കർത്താവ് ക്ഷമിച്ചിട്ടുണ്ട്. തീരുമാനമെടുത്ത് മടങ്ങി വരണം. അവൻ ഇറങ്ങട്ടെ, അവൻ നമ്മിൽ പ്രസാദിക്കട്ടെ.
അവരുടെ മന്ദിരത്തിൽ സകലവും മഹത്വം ചൊല്ലട്ടെ. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്നും യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ, വിശുദ്ധ വസ്ത്രാലങ്കാരം നമ്മെ ധരിപ്പിക്കട്ടെ. യെസ്, യോശുവ എന്ന മഹാപുരോഹിതൻ ദൈവത്തിന്റെ മുമ്പാകെ നിന്നപ്പോൾ അവന്റെ വസ്ത്രം മുഷിഞ്ഞതായിരുന്നു. സാത്താൻ അവനെ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നു. അവന്റെ അഴുക്കുള്ള വസ്ത്രത്തെ നീക്കി അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു. നമ്മുടെ മേൽ ആ ഉത്സവ വസ്ത്രം വന്ന് വീഴുക തുടങ്ങിയാണ്. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ആത്മാവിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകട്ടെ. നമ്മുടെ മേൽ ഒരു പുതിയ വസ്ത്രം വരികയാണ്. ഉത്സവ വസ്ത്രം വരാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കണ്ണുനീരുകൾ അവന്റെ തുരുത്തിയിലുണ്ട്. യെസ്, നമ്മുടെ ഞരക്കങ്ങളും പ്രാർത്ഥനകളും അവൻ സന്നിധിയിലുണ്ട്. നമ്മുടെ കഷ്ടതയും പ്രയാസവും ഒക്കെ അവന് മുമ്പിലുണ്ട്. അതെല്ലാം മാറ്റി ഉത്സവത്തിന്റെ ദിവസങ്ങൾ, ആഘോഷ ദിനങ്ങൾ, ഡേയ്സ് ഓഫ് സെലിബ്രേഷൻസ്, ഡേയ്സ് ഓഫ് ഫെസ്റ്റിവൽസ് ആർ ahead of us. നമ്മുടെ മുമ്പിൽ ആഘോഷത്തിന്റെ ദിനങ്ങൾ വരാൻ പോവുകയാണ്. യെസ്, ആഴത്തിൽ ആഴത്തിൽ ഇനി ആരെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണമേ, സമർപ്പിക്കണമേ. സഭ മുഴുവനും ഈ വിഷയം ഏറ്റെടുക്കണമേ. നിങ്ങൾക്ക് അവന്റെ സന്നിധി വിട്ട് എത്രത്തോളം പോകാൻ പറ്റും? Appa, Father God, help us, Holy Spirit. ഞങ്ങളുടെ സഹായകനായി ഞങ്ങളെ പ്രാർത്ഥിക്കാൻ നയിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് ഇന്നൊരു വിടുതൽ വേണം. ഞങ്ങൾ ഇന്ന് വരെ പരിശുദ്ധാത്മാവിനെ അറിയണ്ടും പോലെ അറിഞ്ഞിട്ടില്ലപ്പാ. അവൻ ഞങ്ങളുടെ ആത്മാവിൽ അധിവസിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രാണനിലൊക്കെ നിറയാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ മേൽ അഭിഷേകവും ശക്തിയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കൂടെ അവനുണ്ട്. ഞങ്ങൾ സഭയായി കൂടി വരുമ്പോൾ അവൻ ഞങ്ങളുടെ നടുവിലുമുണ്ട്. പക്ഷെ ഞങ്ങൾ വേണ്ടും പോലെ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞിട്ടില്ല പിതാവേ. ഞങ്ങൾ അനേകമായ പാപങ്ങൾ ചെയ്ത് നിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അധരങ്ങൾ തുറന്ന് കള്ളം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് പാപം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ഞങ്ങൾ എടുത്ത് ലോകത്തിനും പാപത്തിനും ജഡത്തിനും പഴയ മനുഷ്യനും പിശാചുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ നിന്റെ തേജസ്സിനെ, നിന്റെ പരിശുദ്ധാത്മാവിനെ ധാരാളമായി വേദനിപ്പിച്ചിട്ടുണ്ട്, ദുഃഖിപ്പിച്ചിട്ടുണ്ട്. പിതാവേ, ഞങ്ങൾ നിന്റെ പരിശുദ്ധാത്മാവിനെ എത്ര തവണ കെടുത്തിക്കളഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നിന്റെ ആത്മാവിനെതിരെ എത്ര തവണ മറുത്തിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്. എത്രയോ തവണകൾ, എണ്ണമറ്റ തവണകൾ ഞങ്ങൾ അവനെ തിരസ്കരിച്ചിട്ടുണ്ട്. അവനെ ഞങ്ങൾ മറുതലിച്ചിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്. പിതാവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. നിന്റെ പുത്രന് ഞങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത അറിയാമല്ലോ. നിന്റെ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവേ. സഭ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങൾക്കൊരു സൗഖ്യം വേണം, ഞങ്ങൾക്കൊരു വിടുതൽ വേണം, ഞങ്ങൾക്കൊരു ശുദ്ധീകരണം വേണം, ഞങ്ങൾക്കൊരു ജയകരമായ ജീവിതം വേണം. പാപത്തിൻ്റെ മേലും ജഡത്തിൻ്റെ മേലും എല്ലാം ഞങ്ങൾക്കൊരു ജയകരമായ ജീവിതം വേണം. ഞങ്ങളുടെ ശരീരത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കണം. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി അത് ഏൽപ്പിച്ചു കൊടുക്കണം. അവിടെല്ലാം വലിയ കൃപ വേണം. കർത്താവേ, ഞങ്ങളോട് മനസ്സരിയണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നിന്നെ വേദനിപ്പിച്ചത്, ദുഃഖിപ്പിച്ചത്, നിന്നെ കെടുത്തിക്കളഞ്ഞത്, നിന്നെ മനസ്സിലാക്കാതെ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം പോയത്, ഞങ്ങളുടെ സ്വയത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്ത് നിന്നെ വേദനിപ്പിച്ചത്, ഞങ്ങൾ ജഡത്തിൽ നടന്ന് പാപം ചെയ്തത്, നിന്നെ വേദനിപ്പിച്ചത്, ദുഃഖിപ്പിച്ചത്, ഞങ്ങളുടെ ഭിന്നതകളാൽ, മത്സരങ്ങളാൽ, കയ്പിനാൽ, ഞങ്ങളുടെ പൊട്ടച്ചൊൽ, ചീത്തത്തരങ്ങൾ, കളിവാക്കുകൾ,
ഇങ്ങനെ അനേകമായ അശുദ്ധികളാൽ പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിന്നെ കെടുത്തിയതും ദുഃഖിപ്പിച്ചതും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. സഭ ഒരുമിച്ച് അങ്ങോട്ട് അപേക്ഷിക്കുന്നു. അപ്പാ, ഞങ്ങളോട് മനസ്സലിയണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് ദയ തോന്നണമേ. പരിശുദ്ധാത്മാവേ, സഭയിൽ അങ്ങുണ്ടല്ലോ, പക്ഷെ പലപ്പോഴും ഞങ്ങളുടെ ഐക്യതയില്ലായ്മ കൊണ്ട് നിനക്ക് ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവേ, കർത്താവേ, ഞങ്ങൾ എത്രമാത്രം കുറവുള്ളവരാണെന്ന് ഏറ്റുപറയുന്നു, എത്രമാത്രം അശുദ്ധരാണെന്ന് ഏറ്റുപറയുന്നു, എത്രമാത്രം ഞങ്ങൾ ജ്ഞാനികൾ അല്ലാത്തവരാണെന്ന്, പരിജ്ഞാനമില്ലാത്തവരാണെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങളുടെ പരിജ്ഞാനമില്ലായ്മ കൊണ്ട്, ഞങ്ങളുടെ അവിവേകങ്ങൾ കൊണ്ട് എത്രയോ തവണ ഞങ്ങൾ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് കർത്താവേ. ഞങ്ങളുടെ ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ ക്ഷിപ്രകോപങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ തെറ്റായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് ഞങ്ങളെപ്പോഴും നിന്നെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് മനസ്സലിയണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങൾക്കൊരു വിശുദ്ധമായ ജീവിതം തരണമേ, പാപത്തെ ജയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, നിന്നെ അറിയുവാൻ കർത്താവ് പറഞ്ഞല്ലോ, നീ ഞങ്ങളിലും ഞങ്ങളുടെ കൂടെയും ഇരിക്കുന്നത് കൊണ്ട്, ഞങ്ങളുടെ ആത്മാവിൽ അധിവസിക്കുന്നത് കൊണ്ട്, ഞങ്ങളുടെ പ്രാണനിലേക്ക് നിറയാൻ പറ്റുന്നത് കൊണ്ട്, ഞങ്ങളുടെ മേൽ നീ ഉള്ളത് കൊണ്ട്, ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട്, ഞങ്ങളുടെ നടുവിൽ വസിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നിന്നെ അറിയാൻ പറ്റുമെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഇതുവരെയും നിന്നെ വേണ്ടും പോലെ അറിയാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല കർത്താവേ. ഞങ്ങളോട് മനസ്സലിയണമേ. ഇത്ര വലിയ സ്വർഗത്തിനും ഭൂമിക്കും ഇത്രയും വലിയ വിലപ്പെട്ട നിധി പിതാവാം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഞങ്ങൾക്ക് തന്നിട്ട്, ഞങ്ങൾ കർത്താവെ ലോകത്തിൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ പ്രശംസയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ജഡത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി ഇത്ര വലിയ ദൈവാത്മാവിനെ, ഇത്ര വലിയ നിധി ഞങ്ങൾ തള്ളിക്കളഞ്ഞല്ലോ. അത് ഉപയോഗിച്ചില്ലല്ലോ കർത്താവേ. നിൻ്റെ എല്ലാ ഫീലിങ്സും ഞങ്ങൾക്കുള്ളതാണല്ലോ, നിൻ്റെ എല്ലാ വികാരങ്ങളും ഞങ്ങൾക്കുള്ളതാണല്ലോ, നിൻ്റെ എല്ലാ സ്വഭാവവും ഞങ്ങൾക്കുള്ളതാണല്ലോ, നിൻ്റെ എല്ലാ കൃപകളും ഞങ്ങൾക്കുള്ളതാണല്ലോ, നിൻ്റെ സന്തോഷം ഞങ്ങളുടേതാണല്ലോ, നിൻ്റെ ആശ്വാസം ഞങ്ങൾക്കുള്ളതാണല്ലോ, നിൻ്റെ വിശ്രമം ഞങ്ങൾക്കുള്ളതാണല്ലോ, നിൻ്റെ സ്നേഹം ഞങ്ങൾക്കുള്ളതാണല്ലോ, നിൻ്റെ സമാധാനം ഞങ്ങൾക്കുള്ളതാണല്ലോ, നിൻ്റെ സന്തോഷം ഞങ്ങൾക്കുള്ളതാണല്ലോ. ഇതൊന്നും അനുഭവിക്കാൻ കഴിയാതെ, ആ കൂട്ടായ്മയുടെ അർത്ഥം ഗ്രഹിക്കാൻ അറിയാതെ ഞങ്ങൾ തെറ്റിപ്പോയല്ലോ കർത്താവേ. ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ. അപ്പാ, നിൻ്റെ വലിയ ശക്തി പ്രാപിക്കുവാൻ കഴിയാതെ പോയല്ലോ കർത്താവേ. നിൻ്റെ കൃപാവരങ്ങളെ അതിൻ്റെ അളവിൽ ഏറ്റെടുക്കാൻ കഴിയാതെ പോയല്ലോ അപ്പാ. നിൻ്റെ സകല കൃപകളെയും ഞങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയാതെ പോയല്ലോ അപ്പാ. കാര്യം ഞങ്ങൾ ജഡത്തിലായിപ്പോയി കർത്താവേ. ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കണ്ണുകളിത് തുറക്കണമേ, ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ, ഞങ്ങളുടെ ബുദ്ധിയിലെ കെട്ടഴിക്കണമേ, ഞങ്ങളുടെ അകത്തുള്ള പൈശാചികൻ്റെ കോട്ടകളെ, മറവിടങ്ങളെ തകർത്തു കളയണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളിലേക്ക് ഇറങ്ങണമേ. നീ എത്ര മഹാനാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ആരാധന പിതാവിനാണ്, പുത്രനാണെന്ന് ഞങ്ങൾ അറിയുന്നു. പരിശുദ്ധാത്മാവേ, എങ്കിലും നീയാണ് ഞങ്ങളെ പിതാവിലേക്ക് നടത്തുന്നത്, പുത്രനിലേക്ക് നടത്തുന്നത്. പരിശുദ്ധാത്മാവാം ദൈവമേ, ഭൂമിയിൽ ആ ഉൽപ്പത്തിയിൽ ആഴത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നത് നീ മാത്രമാണ്. പരിശുദ്ധാത്മാവേ, നീ അന്ന് തുടങ്ങി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ, പുത്രൻ്റെ ഇഷ്ടം ചെയ്യാൻ പരിശുദ്ധാത്മാവേ നീ ഉൽപ്പത്തി തുടങ്ങി ഈ ഭൂമിയിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളിൽ നീ പരിവർത്തിച്ചല്ലോ. 1-ാം നൂറ്റാണ്ട് തുടങ്ങി സഭയിൽ നീ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ആ പരിവർത്തനം ഞങ്ങളുടെ മേൽ ഇന്ന് നടക്കുന്നല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞില്ലല്ലോ. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളോട് മനസ്സലിയണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ വ്യക്തിപരമായി, കുടുംബമായി, സഭയായി നിന്റെ മുമ്പാകെ വന്ന് അപേക്ഷിക്കുന്നു. അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ,
അബ്ബാ പിതാവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ദുഃഖിപ്പിച്ചതും ഞങ്ങൾ കെടുത്തിയതും നിസ്സാരമായി കണ്ടതും ലളിതമായി കണ്ടതും ഹല്ലേലൂയ ഞങ്ങളോട് പൊറുക്കുവാൻ ക്ഷമിക്കുവാൻ സഭ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങളുടെ ശരീരങ്ങൾ നിന്റെ പുത്രൻ്റെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങി സ്വന്തമാക്കി നിന്റെ മന്ദിരമാക്കി ആലയമാക്കി നിന്റെ ആത്മാവിൻ്റെ അധിവാസം ഞങ്ങളുടെ ആത്മാവിൽ തന്നത് ഞങ്ങൾ തിരിച്ചറിയാതെ അതിൻ്റെ പ്രകാശനവും വെളിപ്പാടുമില്ലാതെ നിന്റെ മന്ദിരത്തെ ഞങ്ങൾ എത്രയോ പ്രാവശ്യങ്ങൾ അശുദ്ധമാക്കിയിട്ടുണ്ട്, അന്യാഗ്നി കത്തിച്ചിട്ടുണ്ട്, പാപത്തിന് പിശാചിന് ഇടം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, ഞങ്ങളോട് ക്ഷമിക്കണമേ പിതാവേ, ഞങ്ങളോട് കരുണ തോന്നണമേ പിതാവേ, ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ കൃപ തരണമേ പിതാവേ. അപ്പാ Abba Pidave, reconcile us one more time. Oh, in the broken body of Jesus, in the blood of Jesus, ഞങ്ങളെ നീയുമായി നിന്റെ ആത്മാവുമായി ഞങ്ങളെ നിരപ്പിച്ചാട്ട കർത്താവേ. ഒഫീഷ്യലി അതെല്ലാം നടന്നു, എനിക്ക് അറിയാൻ കർത്താവേ. ഞങ്ങൾക്ക് നിരപ്പുണ്ട്, സമാധാനമുണ്ട്, ഞങ്ങൾ മക്കളാണ്, പ്രിയ മക്കളാണ്, ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാൻ കർത്താവേ. പ്രാക്ടിക്കലായി ഞങ്ങൾ പരാജയപ്പെട്ടു കർത്താവേ, അനുഭവത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു കർത്താവേ, വിശുദ്ധിയിൽ ഞങ്ങൾ പരാജയപ്പെട്ടു കർത്താവേ, നിന്റെ ഇഷ്ടം ചെയ്യുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു കർത്താവേ, നിന്റെ ആത്മാവിൻ്റെ കൂട്ടായ്മ അനുഭവിക്കുന്നതിൽ കർത്താവേ ഇത്ര വിശാലമായി നിന്റെ ആത്മാവിനെ തന്നെങ്കിലും അത് പ്രാപിച്ചനുഭവിപ്പാൻ കഴിയാതെ പോയി കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ എത്രയോ കാലങ്ങൾ ഞങ്ങൾ വെറുതെ കളഞ്ഞു കർത്താവേ. നിന്റെ ആത്മാവിൻ്റെ നന്മകളെ സ്വീകരിച്ച ഹല്ലേലൂയ നിന്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി വളരാൻ കഴിയാതെ ഞങ്ങൾ വീണുപോയ കർത്താവേ, ഞങ്ങളോട് മനസ്സറിയണമേ പിതാവേ. അപ്പാ, ഞങ്ങളോട് കരുണ തോന്നണമേ അപ്പാ, ദയ തോന്നണമേ അപ്പാ, മനസ്സലിയണമേ അപ്പാ. നിന്റെ പക്കൽ ദീർഘക്ഷമയുണ്ടല്ലോ, നീ വിശ്വസ്തനായ ദൈവമാണല്ലോ, വാക്ക് മാറത്തില്ലല്ലോ കർത്താവേ. ഞങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ വലത്തുഭാഗത്തുണ്ടല്ലോ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അകത്തിരുന്ന് ദൈവത്തിൻ്റെ ഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നല്ലോ. പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി പിതാവേ നിന്റെ വലത്തുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്നല്ലോ. ഓ റസ്മനിക്കേറിയ ഓ റേ മേലേറിയ ഓ റേ മേലേറിയൂസ കെനിമുന്ദൂരിബിനിയസ്യ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിച്ചാട്ടെ, വേണ്ടും പോലെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ, പ്രാർത്ഥിപ്പാൻ അനുദപിക്കാൻ മാനസാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആഴത്തിൽ ആഴത്തിൽ പാപബോധത്തിലേക്ക് കൊണ്ടുപോകണമേ. ഞങ്ങളുടെ അകത്ത് ഇനിയും അശുദ്ധികൾ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കേണ്ട കർത്താവേ, കാണട്ടെ കർത്താവേ. ഞങ്ങൾക്ക് പാപബോധം വരട്ടെ, മാനസാന്തരം ഉണ്ടാകട്ടെ, ഹൃദയത്തിൽ തകർച്ചയുണ്ടാകട്ടെ. ഓ, ഞങ്ങൾക്ക് തകർച്ചയുണ്ടാകട്ടെ. യെശയ്യാവ് ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് താൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച കണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ തേജസ്സിൻ്റെ ശബ്ദം കേട്ട് കാഴ്ച കണ്ടപ്പോൾ എനിക്ക് കഷ്ടം, ഞാൻ അശുദ്ധിയുള്ള അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, അശുദ്ധിയുള്ള അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ പാപത്തെ വെളിപ്പെടുത്തി നിലവിളിച്ചതുപോലെ ഞങ്ങൾക്ക് വലിയൊരു നിലവിളി ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ടാകട്ടെ. പിതാവിനെ കുറിച്ചുള്ള ദർശനം വർദ്ധിക്കട്ടെ. വിശുദ്ധിയുടെയും തേജസ്സിൻ്റെയും പ്രകാശനങ്ങൾ വർദ്ധിച്ച ഞങ്ങൾക്കൊരു ആഴത്തിൽ മാനസാന്തരം ആഴത്തിൽ പാപബോധമുണ്ടായി കർത്താവേ നിന്റെ വിശുദ്ധിയിലേക്ക് കയറി വരുവാൻ ഞങ്ങളിപ്പോൾ സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഭ ഒരുമിച്ച് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഓ റംധാനിയ